അന്ന് നാഗാസന്യാസിമാർ ഇത്തരം മഹത്തായ കർമ്മം അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും തിലകം ധരിക്കുവാൻ ഭാഗ്യമുള്ളവരായി തീർന്നത്. കാശി എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് അവർ ടൗൺഷിപ്പ് ഇൻ ദി വേൾഡ്. അത് അമേരിക്കയൊന്നും ഉണ്ടായിരുന്നില്ല. വാരാണസി, അതാണ് വാരാണസി. പലരും വാരണാസി വാരണാസി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ലേ, വാരാണസി. അവിടെ ഉറക്കമില്ല. അതുകൊണ്ടാണ് ഇന്നും കാശിയിൽ വെച്ച് മരിച്ചാൽ മുക്തി ലഭിക്കുമെന്ന് പറയുന്നത്. നമസ്തേ സ്വാമി. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സനാതനധർമ്മമാണ്. അതിൽ തന്നെ സന്യാസി വര്യന്മാരുടെ പ്രസക്തി അത്ര ചെറുതല്ല. ഈ സന്യാസത്തിൽ തന്നെ ഏറെ പ്രത്യേകതകളുള്ളവരാണ് നാഗസന്യാസിമാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വേഷവിധാനവും അല്ലെങ്കിൽ ഈ രീതികളൊന്നും എല്ലാവർക്കും അത്ര പരിചിതമല്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്, നാഗസന്യാസി പരമ്പര ഒന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരുമോ? നാഗാസന്യാസി പരമ്പര പൃഥ്വിയിൽ ആരംഭിക്കുന്നത് തന്നെ ഭാരതത്തിൽ മുഗൾ അക്രമകാരികൾ സനാതനധർമ്മത്തിന് പരിക്കേൽപ്പിച്ചു. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും തകർത്തെറിഞ്ഞ് കൊള്ളയടിക്കപ്പെടുകയുണ്ടായി. ഗോക്കളെയും ബ്രാഹ്മണന്മാരെയും സന്യാസിമാരെയും കണ്ണിലും ജനനേന്ദ്രിയത്തിലും കമ്പി കുത്തി നിറച്ച് മൃഗീയമായി വധിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഭരണാധികാരികൾ അശക്തരായിരുന്നു. അതുമല്ലെങ്കിൽ ഭരണാധികാരികൾ സനാതനധർമ്മത്തിന് നേരെ നടക്കുന്ന ഇത്തരം അപജയങ്ങളെ അവർ കണ്ണടച്ച് കാണിക്കുകയുണ്ടായി. അതിൽ നിന്ന് സനാതനധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സന്യാസിമാർ ആയുധമേന്തിയത്. അന്ന് 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഇത്തരം അക്രമങ്ങൾ ധാരാളമായി ഉണ്ടായത്. അന്ന് നാഗാസന്യാസിമാർ ഇത്തരം മഹത്തായ കർമ്മം അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും തിലകം ധരിക്കുവാൻ ഭാഗ്യമുള്ളവരായി തീർന്നത്. അപ്പോൾ അതാണ് നാഗാസന്യാസിമാർ സമൂഹത്തിന് സനാതനധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാഗാസന്യാസിമാരുടെ ഉദയം അല്ലെങ്കിൽ നാഗാസന്യാസി പരമ്പരയുടെ ആരംഭം എന്ന് തന്നെ പറയുന്നത്. അത് ഗുജറാത്തിൽ ജുനാഗഡിലാണ് നാഗാസന്യാസിയുടെ പരമ്പര ആദ്യമായി ഉണ്ടായത്. അതിനുശേഷം വന്ന ആചാര്യന്മാരാണ് പിന്നീട് അഖാഡ സമ്പ്രദായങ്ങളും മറ്റും രൂപീകരിക്കപ്പെട്ടത്. അതിൽ തന്നെ ശസ്ത്രധാരി നാഗാസന്യാസിമാരുമുണ്ട്, ശാസ്ത്രധാരി നാഗാസന്യാസിമാരുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ജനാലയുടെ കതകിൻ്റെ ലോഹഭാഗം തുരുമ്പേറുകയാണെങ്കിൽ നമ്മൾ ആ തുരുമ്പ് ചുരുണ്ടിക്കളഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചാൽ മാത്രമേ ആ പെയിൻ്റ് ആ പ്രതലത്തിൽ പറ്റിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ സനാതനധർമ്മത്തിനെ ബാധിച്ചിരിക്കുന്ന അപജയങ്ങളെ ദൂരീകരിച്ച് ശാസ്ത്രം പകർന്നു നൽകി. ഇപ്പോൾ തന്നെ പാദ നമസ്കാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, പ്രഭാതത്തിൽ എണീറ്റാൽ ഭൂമിയെ സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അറിയില്ല. ഇതൊക്കെ എന്നോ വന്ന ഭരണാധികാരികൾ സനാതനധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഈ പാഠ്യപദ്ധതികളെ, ശാസ്ത്രഗ്രന്ഥങ്ങളെ തമസ്കരിച്ചത് കൊണ്ടാണ്. അത് സമാജമധ്യേ ഇത് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നാഗാസന്യാസിമാരിൽ ശാസ്ത്രധാരി നാഗാസന്യാസിമാരുള്ളത്. അതുപോലെ തന്നെ ഹിമാലയത്തിൽ ചൈന അതിർത്തിയിലും മറ്റും ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, ജനജീവിതവും ഉണ്ട്. അവിടെയൊക്കെ ഒരു വർഷത്തിലൊരു 6 മാസം മാത്രമേ ജനവാസം സാധ്യമാവുകയുള്ളൂ. ബാക്കി മുഴുവനും ഐസ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ വളരെയേറെ താഴ്ഭാഗത്ത് വന്നിട്ടാണ് താമസിക്കുക, കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ. ആ സമയത്ത് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും മാത്രമേ അവിടെ ഉള്ളൂ. അവകൾ പരിപാലിക്കുവാൻ ആരെങ്കിലും മനുഷ്യപ്രാണി ഇല്ലെങ്കിൽ മറ്റ് ശത്രുരാജ്യങ്ങൾ ഇവ കൈവശപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാഗാസന്യാസിമാർ ഭസ്മം മാത്രം ധരിച്ചുകൊണ്ട്, എല്ലാം ധരിച്ചുകൊണ്ട്, വസ്ത്രം പോലും ധരിക്കുന്നില്ല, ഭസ്മം മാത്രമാണ് ധരിക്കുന്നത്. ഈ മേൽപ്പറഞ്ഞ ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിലെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവുകയാണ് ആയുധമേന്തി. അതാണ് നാഗാസന്യാസിമാരിലെ ശാസ്ത്രധാരി നാഗാസന്യാസിമാരെന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ദണ്ഡിസ്വാമി എന്ന് പറയാറുണ്ട്. ദണ്ഡിസ്വാമിക്ക് ശങ്കരാചാര്യരാകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ദണ്ഡേന്ത്യ സന്യാസിമാരെ കണ്ടിട്ടില്ലേ? അവരുടെ കയ്യിലും ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ ധർമ്മം തന്നെ ഏതാണ്? ഇതാ സമാജമേ, ഈ ശാസ്ത്രഗ്രന്ഥങ്ങളിലെ നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കും. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പറയുന്നതിന്, കർക്കശഭാവത്തിൽ പറയുന്നതിനാണ് ദണ്ഡും. ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ സമാജത്തിൽ എത്തിക്കുന്നു. ദണ്ഡിനാൽ അത് നിർബന്ധമാക്കി പ്രവൃത്തി ബന്ധനത്തിലാക്കുന്നു, പ്രവൃത്തി ബന്ധാവിലേക്ക് കൊണ്ടുവരുന്നു. അതിനാണ് ശസ്ത്രവും ആദിമകാലം മുതൽക്ക് തന്നെയുണ്ട്. ഒരു കയ്യിൽ ഗ്രന്ഥവുമുണ്ട്, ഒരു കയ്യിൽ ശസ്ത്രവുമുണ്ട്. പിന്നെ ഞങ്ങൾ നാഗാസന്യാസിമാരുടെ വിങ്ങിൽ
ഒരു ഇത്തിരി കൂടി കർശനമായ ഒരു സമീപനമാണ്. പലരും ചോദിക്കാറുണ്ട്, സ്വാമിജി കുംഭമേളയിൽ വന്നപ്പോൾ നിങ്ങളുടെ ആൾക്കാരൊക്കെ ക്രോധികളാണല്ലോ ഇത്രയും, എന്താണ് ഇത്രയും ക്രോധത്തിന് കാരണം? അതിന് കാരണം സമാജത്തിൻ്റെ സഭ്യതയ്ക്ക് നിറക്കുള്ളൊരു കണ്ണടച്ചു പിടിക്കൽ സമാജത്തിൽ നിങ്ങൾ കാണുമ്പോൾ അവരോടൊരു ക്രോധമുണ്ടാകാറുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ വളരെ അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, അവരനുസരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഒരല്പം ക്രോധവും ദേഷ്യവും ഒക്കെ നിങ്ങൾക്കും മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പം അതുപോലെ ധർമ്മത്തോടുള്ളൊരു നിസ്സംഗത, ഇപ്പോഴടുത്ത കാലത്താണെങ്കിൽ ധർമ്മത്തെ നശിപ്പിക്കുന്നതിന് തന്നെ സനാതനധർമ്മ വിശ്വാസികൾ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന കാലമാണ്, ശബരിമലയിലും മറ്റും. അപ്പം അന്നൊക്കെ ഞങ്ങൾ നാഗാ സന്യാസിമാർ, ഇപ്പോൾ ജൂന അഖാഡയിലൊക്കെ നാഗാ മാതാജിമാരുണ്ട്. മാതാജിമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോകാൻ തയ്യാറാണ് ശബരിമലയിലേക്ക്. രഹന ഫാത്തിമയല്ല, ഒരു സ്ത്രീയെപ്പോലും, രജസ്വലയായ ഒരു സ്ത്രീയെപ്പോലും പമ്പാവാസൻ അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിലേക്ക് ഞങ്ങൾ കയറ്റി വിടില്ല, ഞങ്ങൾ ആയുധമേന്തി വരാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച നാഗാ മാതാജിമാരെ കുറിച്ചും നമുക്കറിയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ജനാധിപത്യം എന്നല്ലേ പറയുക. ജനാധിപത്യം തന്നെ ഗ്രന്ഥം പറയുന്നത് തന്നെ രാജാവ് ജനപ്രിയനായിരിക്കണം, രാജാവ് ജനഹിതകാരിയായിരിക്കണം, ജനക്ഷേമ തൽപരനായിരിക്കണം. രാജാവ് ഇതൊന്നും അല്ലെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കേണ്ടത് ആചാര്യൻ്റെയും ബ്രാഹ്മണൻ്റെയും കർത്തവ്യമാണ്. പൂജാ പദ്ധതികളിലൂടെയും ശാസ്ത്ര പദ്ധതികളിലൂടെയും ഒരു ഭാഗത്ത് ബ്രാഹ്മണൻ അവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതുപോലെ സന്യാസിമാരും അവൻ്റെ കർമ്മം ചെയ്യുന്നു. രാജാവ് ആരാണെങ്കിലും ധർമ്മത്തിന് അപജയമുണ്ടായാൽ. ഇതാണ് നാഗാ സന്യാസിമാരുടെ കർത്തവ്യം. നമ്മളിപ്പോൾ ശസ്ത്രധാരികളെ പറ്റി പറഞ്ഞു. അപ്പോൾ ശാസ്ത്രധാരികൾ ആരൊക്കെയാ? ശാസ്ത്രധാരിയും നാഗാ സന്യാസിമാരിലെ മറ്റൊരു വിഭാഗമാണ് ശാസ്ത്രധാരി നാഗാ സന്യാസി. നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ലിഖിതപ്പെടുത്തിയിട്ടുണ്ട്. അതിന്ന് വിധിവശാൽ പലർക്കും അതിനെക്കുറിച്ച് ജ്ഞാനമില്ലെന്നുള്ളതാണ്. ഉദാഹരണത്തിന് സ്വർണത്തിൽ കലി വസിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. രാജാ ജരാസന്ധൻ്റെ കിരീടം ആണ് ഇന്ന് നടക്കുന്ന സകല വിപത്തിനും കാരണമായത്. പരീക്ഷിത്ത് ജരാസന്ധൻ്റെ കിരീടമെടുത്ത് തലയിൽ വയ്ക്കുമ്പോഴാണ് മൃഗയാ വിനോദത്തിന് പോകാൻ തോന്നുന്നതും തുടർന്ന് ശൃംഗിയുടെയും ശമീകിയും മഹർഷിയുടെയും ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സ്വർണത്തിൽ കലി വസിക്കുന്നു, സമാജമധ്യേ ആ വിജ്ഞാനം എത്തിയിട്ടില്ല. ആ വിജ്ഞാനം എത്താത്തത് കാരണം നമ്മൾ അമ്പലങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ സ്വർണം കൊണ്ട് സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ് ഇന്നുണ്ടായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ അമ്പലങ്ങളിലെ സ്വർണ്ണങ്ങളൊക്കെ തന്നെ അപഹരിക്കപ്പെട്ടു. അവിടെയൊക്കെ തന്നെ ഇന്ന് കലാപത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറി. അതുപോലെ തന്നെ സൂര്യന് അർഘം കൊടുക്കണമെന്നാണ്, ജലം കൊടുക്കണമെന്നാണ്. നമ്മളിൽ എത്ര പേര് സൂര്യന് അർഘം കൊടുക്കുന്നുണ്ട്? പ്രഭാതത്തിൽ നമ്മൾ വീടിൻ്റെ മുറ്റത്തിറങ്ങുമ്പോൾ നമ്മുടെ കറുക എന്ന് പറയില്ല, കറുകപ്പുല്ല്, അതിൻ്റെ നാമ്പിലൊക്കെ ഹിമാണങ്ങളുണ്ടാവും രാവിലെ, മഞ്ഞുതുള്ളികൾ. അതിലൊരു അരുണാഭ നിറമുണ്ടാവും, നിറം. അതിൽ ലക്ഷ്മി വസിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് രാവിലെ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന കറുകയിൽ ചവിട്ടരുതെന്ന് പറയുന്നത്. ഇത് എത്ര പേർക്കറിയാം? ഗോവിനെ എവിടെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്ത് വേണം ശിരസ് വയ്ക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഉറങ്ങുന്ന മുറിയിൽ ഒരു ചെറിയ ലൈറ്റിൻ്റെ സോഴ്സ് പോലും ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നത്? ഒരു ചെറിയ നമ്മുടെ മൊബൈലിൻ്റെ ഒരു ലൈറ്റാണെന്നിരിക്കട്ടെ, അതിൽ നിന്ന് തന്നെ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുകയാണ്. നമ്മുടെ നിദ്ര പൂർണ്ണമാകില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചിലർ പറയാറുണ്ട്, സ്വാമി ഉറങ്ങി എന്നിട്ട് എന്തോ ഉറക്കം ഇന്നലെ അങ്ങോട്ട് ശരിയായില്ല ഉറക്കം. അപ്പോൾ അതിന് കാരണം ഇതാണ്, നമ്മൾ ഉറങ്ങിയ മുറിയിൽ പുറത്തു നിന്ന് എവിടെ നിന്നോ ഒരു പ്രകാശത്തിൻ്റെ കിരണം നമ്മുടെ ശരീരത്തിലേക്ക് പതിച്ചു എന്നുള്ളതാണ്. നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും പ്രകാശം നമ്മളെ ബാധിക്കില്ല, കൃത്രിമമായിട്ടുള്ളതല്ല. ഇതൊക്കെ തന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സ്പഷ്ടമായിട്ട് ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പം അത് നേരത്തെ പറഞ്ഞതുപോലെ ആചാര്യന്മാരുടെ അലഭ്യത കൊണ്ടോ ഭരണാധികാരികളുടെ അലംഭാവം കൊണ്ടോ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിന് ആചാര്യന്മാരെ ആവശ്യമാണ്. ഏറിയ ഭാഗവും ജ്ഞാനം സമ്പാദിച്ച ശേഷം അത് ധനസമ്പാദനത്തിനുള്ള മാർഗമായി തിരിയുന്നു. അത്തരക്കാർക്ക് ഈ സമാജ സേവയെക്കുറിച്ച് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സന്യാസിമാർ സർവ്വം തേയിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നാഗാ സന്യാസിമാരുടെ വിഭാഗത്തെ ശാസ്ത്രധാരി നാഗാ സന്യാസിമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. നമ്മളും ആ കൂട്ടത്തിലൊരാളാണ്.
നമ്മൾ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമായിട്ടാണ് കാശിയെ കണക്കാക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാർ, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരൊക്കെ കാണിക്കുന്ന ആ ബനാറസിനപ്പുറം ശരിക്കും കാശി എന്താണ്? കാശിയെപ്പറ്റി നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത്? കാശി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക നഗരി എന്നതിലപ്പുറം ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് കാശി. ദ ഫസ്റ്റ് അവർ ടൗൺഷിപ്പ് ഇൻ ദി വേൾഡ്. നമ്മുടെ ഋഷീശ്വരന്മാർ ചിന്താമണ്ഡലങ്ങളെ ആരോഹണം ചെയ്ത് ശാസ്ത്രങ്ങൾ തർജ്ജമ ചെയ്തിരുന്ന കാലത്ത് അമേരിക്കയിൽ അവർ വനങ്ങളിൽ അലയുകയായിരുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അമേരിക്ക പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയാണുണ്ടായത്, കൊളംബസ് എന്തോ മറ്റോ അല്ലേ. അന്നും ഭാരതത്തിൽ ഋഷീശ്വരന്മാരുണ്ടായിരുന്നു. അവർ വേദങ്ങൾ തർജ്ജമ ചെയ്തിരുന്നു, ശാസ്ത്രവിജ്ഞാനം സമാജത്തെ എത്തിച്ചിരുന്നു. അത് അമേരിക്കയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദ ഫസ്റ്റ് അവർ ടൗൺഷിപ്പ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയുന്നത് കാശിയാണ്. അപ്പോൾ കാശി എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശിക്കുന്ന നഗരമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രകാശിക്കുന്ന നഗരം, ഉറക്കമില്ലാത്ത നഗരമെന്നാണ്. വാരാണസി വാരാണസി എന്ന് പറയാറില്ലേ. വരുണയുടെയും അസിയുടെയും സംഗമഭൂമിയാണ് വാരാണസി. അതാണ് വാരാണസി. പലരും വാരണാസി വാരണാസി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, യഥാർത്ഥ പ്രയോഗം വാരാണസി. വരുണയും അസിയും കൂടെ വരുന്ന പ്രദേശമാണ്. അവിടെ ഉറക്കമില്ല. അതുകൊണ്ടാണ് ഇന്നും കാശിയിൽ വെച്ച് മരിച്ചാൽ മുക്തി ലഭിക്കുമെന്ന് പറയുന്നത്. തീർത്ഥസ്ഥാനങ്ങളിൽ ശ്മശാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും കാശിയിലാണ്. പലരും ചോദിക്കാറുണ്ട്, നകാരാത്മക ശക്തിയല്ലേ ശ്മശാനത്തിലുണ്ടാകുക എന്നൊക്കെ. നേരെ തിരിച്ചാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ ശ്മശാന പ്രദേശങ്ങളെ മോക്ഷം ലഭിക്കുന്ന സ്ഥലമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം മോക്ഷം ലഭിക്കുന്ന പ്രദേശം പുണ്യമായ പ്രദേശമല്ലേ. ഇന്നും കാശിയിൽ വിശ്വനാഥന് ആ മണികർണികയിലെ ആ ഭസ്മമാണ് ഭഗവാന് അർപ്പിക്കുന്നത്. അതിന് നമ്മളിൽ എത്ര പേർക്കറിയാം? അപ്പം കാശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങളേറെ വേണമെന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകുന്നത് തന്നെ കാശി സന്ദർശിക്കുന്ന ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ മണികർണികയിൽ പ്രത്യേകിച്ചും പോവുകയാണെങ്കിൽ. കാരണം നമ്മളിപ്പോൾ മണികർണികയിൽ പോവുകയാണ്, നിരവധി ശവശരീരങ്ങൾ ഇരുന്ന് കത്തുകയാണ്. അപ്പോൾ ഒരാൾ സ്വാമി ഇതൊരു ശവം കത്തുന്നു, ഇതാരാണ്? ഇത് ഇന്ന ആളുടെ, അല്ലെങ്കിൽ അംബാനിയുടെ, അല്ലെങ്കിൽ ഇന്ന ഒരാളുടെ അച്ഛൻ്റെ അച്ഛനാണ്. സ്വാമി തൊട്ടടുത്തൊരു ശവം വരുന്നുണ്ട്, അതാരാണ്? അത് അവരുടെ വീട് പടിക്കലിരുന്ന ഭിക്ഷാടകനാണ്. രണ്ടാളും അടുത്തടുത്തിരുന്ന് കത്തുകയാണ്. അതെ. അപ്പോൾ മനുഷ്യൻ്റെ അവസാനത്തെ അവസ്ഥ, സമ്പന്നനാണെങ്കിലും ഭിക്ഷാടകനാണെങ്കിലും അവൻ അവസാനം വന്നു ചേർന്നത് എവിടെയാണ്? രണ്ടുപേരുടെ അവസാനത്തെ അവസ്ഥ എന്താണ്? ഇത് നേരിൽ കാണുന്ന ഒരാൾക്ക് മനസ്സിൽ വൈരാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ആ വൈരാഗ്യത്തിലൂടെ അയാൾക്ക് ജ്ഞാനം ഉണ്ടാവും. കാരണം ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ, ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കാശിയിലെത്തുന്ന ഒരാൾക്ക് സാധ്യമാകും. അവിടെ നിന്നാണ് ഒരു മനുഷ്യപ്രാണി തീർത്ഥാടനത്തിൻ്റെ പാത ആരംഭിക്കുന്നത്. അതാണ് കാശിയുടെ മഹാത്മ്യം. ഇപ്പോൾ നമ്മൾ ഈ വാരാണസിയെ പറ്റി പറയുമ്പോൾ ഗംഗാമാതാവിനെ പറ്റി അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഭാരത സംസ്കാരത്തിൽ ഗംഗാ നദിയുടെ ഒരു സ്ഥാനം? ഭാരത സംസ്കാരത്തിനല്ല, പൃഥ്വി സംസ്കാരത്തിൽ എന്ന് വേണം പറയുവാൻ. നമ്മൾ ഭാരതത്തെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഹിന്ദുക്കൾ തന്നെ നിരവധി രാഷ്ട്രങ്ങളിലുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ട്രിനിഡാഡ് ടൊബാഗോ, ട്രിനിഡാഡിലൊക്കെ ഹിന്ദുമതം വളരെ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ ഖാനാനന്ദ സരസ്വതി എന്നൊരു പ്രഭാഷകനും ഒരു നീഗ്രോ സമുദായത്തിൽ നമുക്കുണ്ടായത് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഭാഗ്യമെന്ന് തന്നെ പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഗംഗ എന്ന കൺസെപ്റ്റ്. പരേതാത്മാക്കൾക്ക് തർപ്പണം ചെയ്യുന്നതിന് വേണ്ടി പോലും ജലമില്ലാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭൂമിയിൽ. പരേതാത്മാക്കൾക്ക് ശ്രാദ്ധം നമ്മൾ അർപ്പിക്കാറുണ്ടല്ലോ, അതിന് പോലും ജലമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഭഗീരഥ മഹർഷി തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ ബ്രഹ്മാവിൻ്റെ പുത്രിയാണല്ലോ മാതാ ഗംഗ. ഗംഗ പറഞ്ഞു, അച്ഛാ, ഞാൻ ഭൂമിയിലേക്കില്ല. അധമന്മാരായ പാപികളായ മനുഷ്യരെ കുളിച്ച് എൻ്റെ ശരീരം കളങ്കമായപ്പെടും, ഞാൻ മാലിന്യമായപ്പെടും. അച്ഛാ, എന്നെ അങ്ങ് ഭൂമിയിലേക്ക് പറഞ്ഞു വിടരുത്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് പറഞ്ഞു, മകളെ നീ പൊയ്ക്കൊള്ളൂ. ശുദ്ധനിൽ ശുദ്ധനായ സന്യാസിമാർ വന്ന് നിന്റെ ശരീരത്തിലെ മാലിന്യത്തെ അവരേറ്റുവാങ്ങും. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ആ ഗംഗയെ കുളിച്ചു, ഫ്രഷായി. ഗംഗാമാതാവ് വിളിക്കുന്നവർക്ക് മാത്രമേ, മഹാദേവന്റെ ആജ്ഞയാൽ ഗംഗാമാതാവ് വിളിക്കുന്നവർക്ക് മാത്രമേ ഗംഗയിൽ സ്നാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഭാഗ്യം ലഭിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
സമസ്ത പാപികളും സമസ്ത അധർമ്മികളും സ്നാനം ചെയ്ത് മാതാ ഗംഗ അശുദ്ധയായിരിക്കുകയാണ്. നമ്മുടെ അമ്മയാണ്. ആ മാലിന്യം നമ്മൾ ഏറ്റുവാങ്ങണം. അങ്ങനെയാണെന്ന് മാതാ ഗംഗാദേവി ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്. അങ്ങനെ പാപികളും അധർമ്മികളും കുളിച്ച് ഞാൻ മലിനപ്പെടുകയാണെങ്കിൽ അച്ഛാ, പുണ്യാത്മാക്കൾ വന്ന് എൻ്റെ മാലിന്യം ഏറ്റുവാങ്ങുമെങ്കിൽ അവരുടെ മനോവ്യാപാരം, അവരുടെ മനസ്സിൻ്റെ ഇച്ഛയെ ഞാൻ പൂർത്തീകരിക്കും അച്ഛാ. ഞാനിതാ പുറപ്പെടുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഗംഗാസ്നാനത്തിൻ്റെ മഹത്വം. നമ്മുടെ ഈ സന്യാസിമാരുടെ ശൈലികളിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് കാഷായം. ശരിക്കും ഈ കാഷായത്തിൻ്റെ പ്രത്യേകത എന്താ? കാഷായം ത്യാഗത്തിൻ്റെ അടയാളമെന്നാണ് ആ നിറത്തെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത്. ഓക്കെ. അപ്പം ഇന്ന് ഈ മാർക്കറ്റുകളിൽ പല തരത്തിലുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ലഭിക്കാറുണ്ട്. ഇതിൽ ശുദ്ധമായ കാഷായം എന്ന് പറയുന്നത് ആൽമരത്തിൻ്റെ കറയുടെ ആ ഒരു നിറമാണ്. അപ്പം ആൽമരത്തിന് സനാതന ധർമ്മം അത്രമാത്രം മഹനീയമായ ഒരു വൃക്ഷമാണ്. വൃക്ഷങ്ങളെ പൂജിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. എങ്കിലും നമ്മൾ പറയാറില്ലേ, ബ്രഹ്മാണ്ടമാകുന്ന ആൽവൃക്ഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അഗ്രതേ മൂലതേ ബ്രഹ്മരൂപായ മധ്യതേ വിഷ്ണുരൂപായ അഗ്രതേ ശിവരൂപായ വൃക്ഷരാജായതേ നമോ നമഃ. ക്ഷേത്രങ്ങളിൽ പോയാൽ അശ്വത്ഥ വൃക്ഷ പ്രദർശനം നിയമമാണ്. അപ്പം അത്രമാത്രം ഗണ്യമായൊരു സ്ഥാനം നൽകിയിരിക്കുന്ന വൃക്ഷത്തിൻ്റെ രസത്തിൻ്റെ നിറമാണ് ആ ചിന്ത ആവാഹിക്കുന്നവർ ധരിക്കേണ്ടത്. അതാണ് ആചാര്യന്മാർ പണ്ട് കാഷായത്തിന് ഈ നിറം തന്നെയാണ് വേണ്ടത് എന്ന് ചിട്ടപ്പെടുത്തിയത്. പിന്നെ ഇതൊരു ശുദ്ധമായ ആ വസ്ത്രം ആ വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നു. അക്രമവാസനയുള്ള അല്ലെങ്കിൽ ഒരു അധർമ്മിയായ ഒരു മനുഷ്യൻ ഈ വസ്ത്രം കാണുമ്പോൾ തന്നെ അയാളുടെ മനസ്സൊരല്പം അലിയുമെന്നാണ്. അപ്പം അതാണ് ഈ കാഷായത്തിൻ്റെ മഹാത്മ്യം. ഈ കഷായം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ രുദ്രാക്ഷവും വിഭൂതിയും ഒക്കെ. അതിൻ്റെ പ്രത്യേകതയും കൂടെ ഒന്ന് പറയോ? വിഭൂതി എന്ന് പറയുമ്പോൾ സത്ത അല്ലെങ്കിൽ കണ്ടന്റ് എന്നുള്ളതാണ്. ഭൂമിയിലെ സമസ്ത പദാർത്ഥങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ വിഭൂതി അതൊന്നാണ്. ഒരു വിദേശി ചോദിച്ചിരുന്നു, വൈ യു വെയറിങ് ദിസ് കൈൻഡ് ഓഫ് ആഷ് ബാബ. അപ്പം ഞാൻ ഇറ്റ്സ് യുവർ ഫൈനൽ പൊസിഷൻ. നമ്മുടെ എല്ലാവരുടെ അവസാനത്തെ അവസ്ഥയാണ് ഭസ്മം. ഈ ഇരിക്കുന്ന കമണ്ടലുവായാലും മൈക്കായാലും നമ്മളൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രമായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായി മാറുന്നു? ഭസ്മമായി മാറുന്നു. ഇത് മനസ്സിലാക്കുന്നു. ഈ മായയിലൊന്നും താല്പര്യമില്ല. ഈ കാണുന്നതെല്ലാം ഞങ്ങൾക്ക് ഭസ്മം മാത്രമാണ്. ഞങ്ങളും ഈ ഭസ്മവും തമ്മിലും വ്യത്യാസമില്ല. അതിനാലാണ് ഞങ്ങൾ ഈ ഭസ്മം വാരി ശരീരം മുഴുവൻ അണിയുന്നത്. ഈ ഭസ്മവും നീ ചുറ്റും കാണുന്ന യാതൊരു വ്യത്യാസവുമില്ല. ഈ ഞാനും നാളുകളിൽ ഭസ്മമാണ്. പ്ലൂട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് തന്നെയാണ് ഉള്ളിലും. അപ്പോൾ ഈ ഭസ്മവും ധരിച്ചിരിക്കുന്ന നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ടാണ് പണ്ട് അപ്സരസുകൾ മാനസ സരോവരത്തിൽ ഒരിക്കൽ കുളിക്കാൻ വന്നു. അപ്സരസുകളാണ്. അപ്പോൾ ദൂരെ നിന്ന് ഒരു ബാലകൻ നടന്നു വരികയാണ്. 7 വയസ്സായ ബാലകൻ നടന്ന് വരികയാണ്. ബാലകൻ അപ്സരസുകൾ നോക്കുന്നില്ല. ബാലകൻ നിർനിമേഷനായി ദൂരെ നോക്കി നടന്ന് നീങ്ങുകയാണ്. അപ്സരസുകൾ ബാലനെ കണ്ടു. അപ്സരസുകൾ പറഞ്ഞു, ദേ ഭൂമിയിലെ ഒരു അത്ഭുത പ്രാണി, കൗമാരക്കാരൻ പോലും ആയിട്ടില്ല. ദേവലോകത്തിൽ നമ്മൾ നൃത്തം ചവിട്ടുമ്പോൾ ഇന്ദ്രൻ കീഴ്ച്ചുണ്ട് കടിച്ചമർത്തി നമ്മളെ വികാര പരവശരായി നോക്കാറുണ്ട്. ഈ ഭൂമിയിലെ അത്ഭുത പ്രാണി നമ്മളെ കണ്ടതുപോലുമില്ല. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്, സഖിമാരെ ഭാഗ്യം ചെയ്തവരാണ്. ആ ബാലൻ നടന്നങ്ങ് പോയി. ഒരു ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ വരികയാണ്. ദൂരെ നിന്നേ സംസാരിച്ചുകൊണ്ട് വരികയാണ്. സുരസുന്ദരിമാരെ, സ്നാനം കഴിഞ്ഞുവെങ്കിൽ പോകാൻ വരട്ടെ, നമുക്കൊരു കാര്യം ചോദിക്കുവാനുണ്ട്. ഈ വൃദ്ധൻ അടുത്ത് വന്നു. ഒരു ബാലകൻ ഇപ്പോൾ നടന്നു പോകും നിങ്ങൾ കണ്ടായിരുന്നോ? സ്വാമി, ഞങ്ങൾ കണ്ടായിരുന്നു, ഒരു ബാലകൻ നടന്നുപോയി. ആരാണത്? അങ്ങ് ആരാണ്? നടന്നുപോയ ബാലകൻ എൻ്റെ മകൻ ശ്രീശുകനാണ്. ഞാൻ അയാളുടെ അച്ഛനായ ഭഗവാൻ വേദവ്യാസനാണെന്ന് പറയുന്നു. അപ്പം മിടുക്കനാരാണ്? വേദവ്യാസനാണ്. സംയമനം ചെയ്തതാരാണ്? വേദവ്യാസനാണോ ശ്രീശുകനാണോ? ഇത് കണ്ടുകൊണ്ടിരുന്ന ബ്രഹ്മാവാണ് ഈ പ്ലൂട്ടോണും ന്യൂട്രോണും കളക്ട് ചെയ്ത് ഈ അപ്സരസുകൾ നേരെ വന്ന് ഈ ബാലകൻ നടന്നുപോയ സ്ഥലത്തെ മണ്ണെടുത്ത് ശരീരത്തിൽ തേച്ചു എന്നാണ്. ഇതെല്ലാം കണ്ട ബ്രഹ്മാവാണ്. സങ്കല്പ സൃഷ്ടിയാണ് ഭൂമി. തനിയാസം പാംസം തവ ചരണ പങ്കേരുകോ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഭൂമിക്ക്, ജലത്തിന്, രുദ്രാക്ഷത്തിനും ആൽമരത്തിനും ഒക്കെ തന്നെ നമ്മുടെ സനാതന ധർമ്മത്തിന് മൂല്യസ്ഥാനമുള്ളത്. പിന്നെ രുദ്രാക്ഷം, ഇത് ശിവന്റെ കണ്ണിൽ നിന്ന് വീണതെന്നാണ് നമ്മുടെ ഒരു സങ്കല്പവും. സനാതന ധർമ്മത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സങ്കല്പമാണ്. നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചു, ഒരു ആപ്പിൾ അവിടെ വെച്ചു,
ഭഗവാൻ കഴിച്ചു എന്നാണ് നമ്മുടെ സങ്കല്പം അല്ലേ. അതെ. അപ്പോൾ ഇത് ഭഗവാന്റെ കണ്ണിൻ്റെ അംശമാണ്. അത് ധരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹവും അനുവാദവും ഉള്ളവന് മാത്രമാണ്. പിന്നെ ഇതിൽ വൈദ്യുതി ഉണ്ടെന്നാണ് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ പാരാമാഗ്നറ്റിക് എനർജിയും ഈ രുദ്രാക്ഷത്തിലെ ഫെറാമാഗ്നറ്റിക് എനർജിയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു നകാരാത്മക ചിന്തകൾ ഉണ്ടാവില്ല, നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയാറുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ശാന്തശീലരായി മാറുന്നു. നമ്മളെ നമ്മുടെ മനസ്സിനെ മതിപ്പിക്കുവാനും ഭ്രമിപ്പിക്കുവാനും ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ആത്മീയത തിരഞ്ഞെടുക്കുന്നവരൊക്കെ തന്നെ രുദ്രാക്ഷം ധരിക്കുക. അതാണ് രുദ്രാക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹനീയത. അത് യഥാർത്ഥം തന്നെ ധരിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംശയം, ഈ എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു രുദ്രാക്ഷം ധരിക്കുന്നതിൻ്റെ ഒരു രീതി ഒന്ന് പറഞ്ഞു തരുമോ? രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാവുന്നതാണ്. ചില പറയാറുണ്ട്, സ്വാമി രുദ്രാക്ഷം ധരിക്കാമോ? ഞാൻ മാംസം കഴിക്കാറുണ്ട്, മദ്യം കഴിക്കാറുണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സഭ്യതയുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് രുദ്രാക്ഷം ധരിക്കണം. വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ തൻ്റെ നിവൃത്തിയിൽ നിന്ന് വന്നു, കുളി കഴിഞ്ഞു, പൂജാമുറി കയറി അരമണിക്കൂർ ധ്യാനമാണ്, ആ സമയം രുദ്രാക്ഷം ധരിച്ചുള്ളൂ. അപ്പോൾ അതിന് ഭാര്യ ചോദിക്കുകയാണ്, സ്വാമി ചേട്ടൻ ധരിക്കുന്നു, എനിക്കും ധരിക്കാമല്ലോ. അമ്മയും ധരിച്ചുള്ളൂ, അരമണിക്കൂർ ധ്യാനിക്കുകയോ പൂജിക്കുകയോ ഒക്കെ ആയിക്കോളൂ, ശരീരശുദ്ധി ഉണ്ടെങ്കിൽ. കാരണം ഇത് ദിവ്യവസ്തുവാണ്, ശ്രേഷ്ഠ വസ്തുവാണ്, മഹനീയ വസ്തുവാണ്. അത്രയും മഹനീയത നമ്മൾ നൽകേണ്ടതുണ്ട് രുദ്രാക്ഷത്തിന്. അതുകൊണ്ട് ആ നിയമങ്ങളെ നമ്മുടെ വീട്ടിൽ ജനിച്ചു വളരുന്ന രഞ്ജിത എന്ന 5 വയസ്സുകാരിയായ കുഞ്ഞിന് ശബരിമലയിൽ ചെല്ലാം. അതേ രഞ്ജിത 55 വയസ്സ് കഴിയുമ്പോഴും ചെല്ലാം. ഇടയ്ക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. ആ ഒരു നിയമത്തിൻ്റെ ഒരു ഏകീകരണം ഉണ്ടാവണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മുഖം മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷം കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനും നമ്മുടെ വിശ്വാസമനുസരിച്ച് ഏകമുഖം ഏകഗ്രത പ്രദാനം ചെയ്യുന്നു. 2 മുഖം സുഹൃത്ത് ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നു, അല്ലെങ്കിൽ ഭാര്യാഭർത്ത ബന്ധം ഊഷ്മളമാക്കുന്നു. 3 മുഖമുള്ളത് ത്രിമൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാക്കുന്നു. 4 മുഖമുള്ള ധരിച്ചാൽ സരസ്വതി ജ്ഞാനം ഉണ്ടാകുന്നു. 5 മുഖമുള്ള ധരിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുന്നവനാകുന്നു. 6 മുഖം ധരിച്ചാൽ നമുക്ക് അളവറ്റ ജ്ഞാനവും സമ്പത്തും ഉണ്ടാകുന്നു. 7 മുഖം ധരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നു. 8 മുഖം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മളെ ദുർമന്ത്രവാദം ആഭിചാരക്രിയകളിലൂടെ നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതിന് തെളിവുകൾ ഗ്രന്ഥങ്ങളിലുണ്ട്. 9 മുഖം ധരിക്കുകയാണെങ്കിൽ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. 10 മുഖമുള്ള രുദ്രാക്ഷം നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യാപാരത്തിന് അഭിവൃദ്ധി ഉണ്ടാകും, കർമ്മത്തിന് പുണ്യതയുണ്ടാകും. 11 മുഖം നമ്മുടെ ലാഭത്തെ മാത്രം പ്രതിനിധീകരിക്കും. ഇങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ ഓരോ മുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ആചാര്യന്മാർ എഴുതി നമ്മുടെ അതൊരു വിശ്വാസമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കറണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായ സത്യമാണ്. നമ്മുടെ രുദ്രാക്ഷത്തിന് അതിൻ്റെ ആകൃതി തന്നെ നമ്മുടെ ആപ്പിൾ കാണുന്ന പോലെ ഞെട്ടുള്ളൊരു ഭാഗവും താഴെ ഞെട്ടില്ലാത്ത ഭാഗവും. നമ്മുടെ 2 നഖത്തിനിടയ്ക്ക് ഈ രുദ്രാക്ഷം വെക്കുകയാണെങ്കിൽ ഇത് വലത്തോട്ട്, ഇംഗ്ലീഷിൽ നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്ന പോലെ ഈ രുദ്രാക്ഷം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഈ കടകളിലൊക്കെ ഈ കെറ്റിലെന്ന് പറയില്ലേ ചായ ഉണ്ടാക്കുന്നത്, ഈ രുദ്രാക്ഷത്തെ കെറ്റിലിട്ട് വെച്ചിട്ട് തിളപ്പിച്ചാൽ രുദ്രാക്ഷം പൊട്ടിപ്പോവുകയില്ല, യഥാർത്ഥ രുദ്രാക്ഷം. പിന്നെ ഇതിനകത്ത് കറണ്ടുണ്ട്. അതുകൊണ്ടാണ് രുദ്രാക്ഷം ധരിക്കുമ്പോൾ വെള്ളി, ചെമ്പ്, സ്വർണം ഇത് ഏതെങ്കിലും കൊണ്ട് വേണം ധരിക്കുക. കറണ്ട് എത്രയും സ്പീഡിൽ പാസ് ചെയ്യുന്ന സ്വർണത്തിലൂടെയാണ്. എന്നാൽ സ്വർണം കലിയുടെ വാസമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളി, അത് കഴിഞ്ഞാൽ പിന്നെ ചെമ്പ്. അപ്പോൾ ധനശേഷി ഉള്ളവർ സാധാരണ പറയാറുണ്ടല്ലോ, സ്വാമിജി അന്ന് മേളയ്ക്ക് വന്നപ്പോൾ തന്ന രുദ്രാക്ഷം ഞാൻ വെള്ളി കെട്ടി കേട്ടോ, സന്തോഷം. സ്വാമി ഇപ്പോഴും ചെമ്പ് കമ്പിയാണോ? അതെ, കാശില്ല. അപ്പോൾ കറണ്ട് പാസ് ചെയ്യാൻ സ്വർണവും വെള്ളിയും കഴിഞ്ഞാൽ പിന്നെ ചെമ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ വൈദ്യുതിയെ ചാലകം ചെയ്യപ്പെടുന്ന വസ്തു കൊണ്ട് വേണം രുദ്രാക്ഷം കെട്ടേണ്ടതെന്നും. അതുപോലെ തന്നെ 2 ഭാഗമാണ് രുദ്രാക്ഷത്തിനുള്ളത്, പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ഫേസും. നമ്മളിത് കോർക്കുമ്പോൾ പോസിറ്റീവിന് പുറകെ നെഗറ്റീവ് നമ്മൾ ഒരു ടോർച്ചിനകത്ത് ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഒരു ക്യാമറയിലും എങ്ങനെ ബാറ്ററി 1/1 ആയിട്ട് കണക്ട് ചെയ്യുന്നു, അങ്ങനെ രുദ്രാക്ഷം കോർക്കുമ്പോഴാണ് കഴുത്തിന് ഒരു എനർജി ഫീൽഡായിട്ട് കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ധരിച്ചാൽ മാത്രമാണ് ധരിക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ അവേക്കനസ് ഉണ്ടാകുക. നെഗറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് പാസ് ചെയ്യോ? ഇല്ല. പോസിറ്റീവ് ടു പോസിറ്റീവ് പാസ് ചെയ്യോ? അപ്പോൾ രുദ്രാക്ഷം കോർക്കുന്നതിനും നിയമങ്ങളുണ്ട്. പിന്നെ രുദ്രാക്ഷം കിട്ടി,
കായ തോട് കളഞ്ഞു, ഒരു 27 ദിവസം നെയ്യിൽ അത് മുക്കി വെക്കണമെന്നാണ്. നെയ്യിൽ അത് മുക്കി വെക്കണമെന്നാണ്. അപ്പം അങ്ങനെ ധരിക്കുന്നതിന് മുമ്പുള്ള ഗോമൂത്രത്തിൽ ഇത് കഴുകി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഭസ്മം കൊണ്ട് അതിനെ സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയ, അതായത് നെയ്യ്, ഗോമൂത്രം, ഭസ്മം 27 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരു മരണം സംഭവിച്ച വീട്ടിലേക്ക് പോകണം, ഊരി വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ, സ്വാമിജി ഒരു വിവാഹത്തിന് പോകേണ്ടതുണ്ട്, അത് മറ്റൊരു സമ്പ്രദായക്കാരനാണ്. അവിടെ മദ്യവും മാംസവും ഒക്കെ വിളമ്പാറുണ്ട്. ഞങ്ങൾ കഴിക്കാറില്ല, എങ്കിലും അതുകൊണ്ട് ഊരി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അത്രയും നല്ലത്. അദ്ദേഹത്തിന് ജ്ഞാനമെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു മഹനീയ വസ്തുവാണ്, പുണ്യവസ്തുവാണ്, അസുലഭ വസ്തുവാണ് രുദ്രാക്ഷം. അപ്പോൾ അതിന് നമ്മൾ എത്രമാത്രം നമ്മളതിന് വില കൽപ്പിക്കും. ഒരു ചുമരിൽ പന്തെറിഞ്ഞാൽ ആ പന്ത് നേരെ നമ്മളിലേക്ക് വരുന്നത് പോലെ ഈ ദിവ്യവസ്തുവെ നമ്മൾ എത്രമാത്രം പവിത്രതയോടെ കാണും, അത്രയും പവിത്രത നമുക്ക് ലഭിക്കും. രുദ്രാക്ഷത്തെക്കുറിച്ച് രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. സ്വാമിജി, ശരിക്കും അഘോരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കാരണം ഈ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു പേടിപ്പിക്കുന്ന രൂപം, ഭയങ്കര ദേഷ്യത്തോടെയുള്ള ഒരു പെരുമാറ്റം, ഈ ഒരു സങ്കല്പ സാധാരണക്കാരൻ്റെ മനസ്സിൽ. ശരിക്കും ഈ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഉണ്ടായത്? അതെങ്ങനെ മാറ്റാം? അഘോരി എന്ന് പറയുകയാണെങ്കിൽ ഘോരമല്ലാത്തത് എന്നാണ് എൻ്റെ യഥാർത്ഥ അർത്ഥം. ശിവൻ സൗമ്യനാണ്, ശാന്തനാണ്, രൗദ്രനാണ്, ഭീവത്സനമാണ്. പ്രത്യേക കർമ്മ പന്ഥാവുകളിലാണ് ശിവൻ അത്തരം ഭാവാദികൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ദക്ഷയാഗത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കൊക്കെ അറിയാം. അപ്പോഴാണ് ശിവൻ രൗദ്രഭാവം പൂണ്ട് സംഹാര താണ്ഡവമാടിയ ഭഗവാൻ മഹേശ്വരനെ പൃഥ്വിതലം മുഴുവൻ കണ്ടത്. അപ്പോൾ ആ രൂപത്തെക്കാളും ശുദ്ധനാണ്. അപ്പം ആ രീതിയിലിരിക്കുന്ന ഭഗവാനെ ആരാധിക്കണമെങ്കിൽ അതിനേക്കാളും തീവ്രതയോടുകൂടി, അതിനേക്കാളും ശുദ്ധനായി തന്നെ ആചാര്യനുണ്ടാവണം. അതിനാണ് അഘോരിമാർ ആ ഒരു സമ്പ്രദായം തിരഞ്ഞെടുത്തിരിക്കുന്നതും അവരെ അഘോരി, അതായത് ഘോരമല്ലാത്തത് എന്ന പദത്തിന് ഉടമസ്ഥരാക്കി മാറ്റിയത്. പിന്നെ അവർ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബന്ധു മരിക്കുകയാണെങ്കിൽ നമ്മളെ ശവസംസ്കാരം ചെയ്യാറുണ്ട്. അസ്ഥി നമ്മളെ ജലത്തിൽ ഒഴുക്കുക ചെയ്യുക. അല്പം ഭസ്മം നമ്മൾ പണ്ട് തറവാടുകളിലൊക്കെ ഒരു കലശത്തിലാക്കി സൂക്ഷിക്കാറുണ്ട്. കാർന്നവന്മാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ അതിൽ നിന്ന് ശലം ഭസ്മം ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. ആ ഭസ്മം തീരുമ്പോൾ മാർക്കറ്റിലുള്ള ഭസ്മം അതിലിടാറുണ്ട്, അതിൽ നിന്ന് പാസ് ചെയ്ത് എനർജി കിട്ടാനായിട്ട്. പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ സംസ്കരിക്കുമ്പോൾ അവിടെ നവധാന്യം വിതയ്ക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇന്ന് തെങ്ങ് നടാറുണ്ട്. ആ തെങ്ങിലൊരു നാളികേരം ഉണ്ടായാൽ നമ്മൾ എറിഞ്ഞു കളയും, ഇല്ലല്ലോ, നമ്മളത് കഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം മൃത ശരീരത്തിൻ്റെ അംശം ആ തെങ്ങിൻ്റെ വേര് വലിച്ചെടുത്ത് വീണ്ടും നമ്മുടെ വയറ്റിൽ തന്നെ ചെന്നു, അല്ലേ? നമ്മളെ മുത്തച്ഛൻ്റെ അസ്ഥി ജലത്തിൽ നിമജ്ജനം ചെയ്തു. നമ്മൾ ആ ഭസ്മം ധരിക്കുന്നു. നമ്മുടെ വീട്ടിലെ കാർന്നവർ പുറത്തിറങ്ങാൻ നേരം ഉമ്മറത്തുനിന്ന് ആ ഭസ്മം ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിൽ മരിക്കപ്പെടുന്നവരുടെ കർമ്മങ്ങൾ ആരാ ചെയ്യുക? ശാസ്ത്രം പറയുന്നു, മൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇച്ഛിക്കുന്നത് സാധിക്കും. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന പോലെ സാധിക്കുകയില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സാധിക്കണമെങ്കിൽ നമ്മളെ സമാധി രൂപത്തിൽ സംസ്കരിക്കപ്പെടണമെന്നാണ്. മുക്തി ഉണ്ടാവില്ല. അപ്പം അതാണ് ചില മറ്റ് സമ്പ്രദായക്കാരുടെ സമാധികളെയും മറ്റും നമ്മൾ നശിപ്പിക്കുന്നത്. ആ സമ്പ്രദായം സനാതനധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വന്നാൽ, നമുക്കത് വെല്ലുവിളികൾ സൃഷ്ടിക്കേണ്ടി വന്നാൽ, ആ സമ്പ്രദായം നമ്മുടെ സനാതന സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? മനസ്സിച്ഛിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഇന്നും ആചാര്യന്മാരെ സമാധിയിരുത്തുന്നത്. നമ്മൾ ശവദാഹം ചെയ്യാറില്ല ആചാര്യന്മാരെ. സ്വാമി ആഗ്രഹിച്ച പോലെ തന്നെ എറണാകുളവും പാവക്കുളത്തപ്പനും പൂർണ്ണതീശ്വരനും ഒക്കെ ഹിന്ദുരാഷ്ട്രമായി മാറി എറണാകുളം. എന്നാൽ ഹരിദ്വാറിലെ സ്വാമി ഇവിടെ വന്ന് നിൽക്കുക. സ്വാമി ഇത്രയും തീവ്രവാദമാണല്ലോ, സ്വാമിയെ കൂടെ ഞങ്ങളുടെ സമാധി ഇരുത്താം. സന്തോഷം. മനസ്സാഗ്രഹിക്കുന്ന സാധിക്കും, ശരീരം നിശ്ചലമായി കഴിഞ്ഞാൽ. അപ്പോൾ ശത്രുരാജ്യത്തെ ഒരു സൈനികൻ ഹിമാലയ പ്രദേശങ്ങളിൽ കാവൽ നിൽക്കുകയാണ്. ഭാരതത്തിലേക്ക് നോക്കി തോക്കുന്നം പിടിച്ച്. അവൻ്റെ മനസ്സെന്താണ്? ഈ പ്രദേശം ഞങ്ങളുടേതാകണം. അയാൾ മരിക്കുന്നു, അയാൾ വധിക്കപ്പെടുന്നു. അയാളുടെ ശരീരത്തിലെ മേൽപ്പറഞ്ഞ അസ്ഥി നിമജ്ജനം, ഭസ്മം ധരണം ഒന്നും ചെയ്യപ്പെടുന്നില്ല. അയാളുടെ ആത്മാവ് മുക്തനാണെങ്കിൽ അയാളുടെ മനസ്സാഗ്രഹിച്ച പോലെ സാധിക്കും. അവിടെയാണ് അഘോരികൾ
അയാളുടെ അസ്ഥി കയ്യിലെടുത്ത് ജലത്തിൽ പോവുകയും ആ ആചാര ക്രമീകരണങ്ങളിലൂടെ ഭസ്മവും അസ്ഥിയും ഫലവും എല്ലാം തന്നെ ചെയ്യുമ്പോൾ ആത്മാവിന് മുക്തിയാകുന്നു. അത്തരം ശ്രേഷ്ഠമായ കർമ്മമാണ് അഘോരികൾ ഭൂമിയിൽ ചെയ്യുന്നത്. അല്ല നികൃഷ്ടമായ കർമ്മമല്ല ചെയ്യുന്നത്. ഇതെങ്ങനെയായിരിക്കും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ആളുകളുടെ ഇടയിൽ? അത് മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. സമസ്ത സനാതന ധർമ്മങ്ങളെയും ശാസ്ത്രവിജ്ഞാനങ്ങളെയും തമസ്കരിക്കപ്പെട്ടു. ചിദാനന്ദപുരി സ്വാമി പറഞ്ഞതുപോലെ മാസങ്ങളോളമാണ് തക്ഷശില നിന്ന് കത്തിയത്. അത്രമാത്രം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു നമുക്ക്. വായിക്കാൻ ഗ്രന്ഥങ്ങളില്ല. സൂര്യന് അർഘം കൊടുക്കുന്നില്ലേ ഉണ്ണി, എന്താണ് സ്വാമി അർഘം എന്നാ ചോദിക്കുക. ഗോവിന്റെ പിന്നാമ്പുറത്ത് വേണം തൊട്ടു തൊടാൻ. അതെന്തോ സ്വാമിജി ഗോമുഖം മുന്നിലല്ലേ? അപ്പം ശാസ്ത്രമൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് നാഗാസന്യാസിമാരെയും സ്വാമി നിങ്ങൾ കുംഭമേളയിൽ വന്ന് കണ്ടു വസ്ത്രം ധരിക്കാതെയും കൗബീനം ധരിച്ചുകൊണ്ടും കഞ്ചാവും മറ്റും മരിച്ചു കുറേ പേര് ഇരിക്കും. ഇതാണോ പുണ്യം, ഇതാണോ ആത്മീയത? അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. ശാസ്ത്രം പകർന്നു നൽകണം. അപ്പോൾ കേരളത്തിൽ ഇനി വലിയ താമസമൊന്നുമില്ല. അത് പറയാൻ കാരണം വളരെ വളരെ വർഷങ്ങളായുമാണ് നമ്മുടെ മാമാങ്കം മുടക്കപ്പെട്ട് കിടന്നത്. ആനന്ദവൻ ഭാരതി മഹാരാജിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തിരുനാവായയിൽ മാമാങ്കം പുനരുജ്ജീവിപ്പിക്കുകയും ഇപ്പോൾ കുംഭമേളകളിലും മറ്റും എത്തപ്പെടാൻ സാധിക്കാത്ത മലയാളികൾക്ക് ഒരു ചെറിയ മിനി കുംഭമേള പോലെ, അത് കുംഭമേളയല്ല, തിരുനാവായയിലത് മാഘമേളയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും കുംഭമേള എന്ന് കാണുമ്പോൾ നമുക്കും അതിശയമുണ്ടായി. കുംഭമേള ഹരിദ്വാറിലും പ്രയാഗയിലും ഉജ്ജയിനിലും നാസിക്കിലും മാത്രമേ ഉള്ളൂ. അമൃതിൻ്റെ കണം വീണ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇത് മാഘമേളയാണ്. അപ്പോൾ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നിരഞ്ജനി അഖാഡയുടെ ഒരു ശാഖ കാസർഗോഡോ കോഴിക്കോടോ ഭാഗത്തോ എവിടെയോ വരാൻ പോകുന്നു അറിഞ്ഞതിൽ സന്തോഷമാണ്. അതുപോലെ ഞങ്ങളുടെ നിരഞ്ജനി അഖാഡയുടെ ഒരു പ്രവർത്തന മണ്ഡലം നമ്മുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലും ഒരു 2 വർഷത്തിനുള്ളിൽ സാധിക്കാൻ പോവുക. അപ്പോൾ ഇനി അങ്ങോട്ടിപ്പോൾ സർക്കാർ തന്നെ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം കൊടുത്തല്ലോ, സ്ത്രീ പ്രവേശനം പാടില്ലായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് കൊടുത്തില്ലെങ്കിൽ തന്നെ അഖാഡ സമ്പ്രദായം കേരളത്തിൽ സ്ഥാപീകരിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പ്രവേശനത്തിന് ഭരണാധികാരികൾ അനുകൂലിച്ചാൽ ആയുധമേന്തിയ നാഗാമാതാജിമാർ രജസ്വലയായ സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുവാനായി പമ്പയിൽ സന്നിഹിതരായിരിക്കും. കാരണം സനാതനധർമ്മത്തെ ശാസ്ത്രം കൊണ്ട് സംരക്ഷിക്കുകയാണ് നാഗാസന്യാസിമാരുടെ കർത്തവ്യം. മാറി മാറി വരുന്ന ഭരണകൂടം സനാതനധർമ്മത്തെ മാത്രമാണ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഭൂമിയിൽ വേറൊരു സംസ്കാരവും ഇത്രയും വെല്ലുവിളികൾ നേരിട്ടിട്ടില്ല. നമ്മുടെ സംസ്കാരം മാത്രമാണ്. ഇത്രമാത്രം ആക്രമണങ്ങൾ, ഇത്രമാത്രം വെല്ലുവിളികൾ. മുഗൾ ഭരണകാലത്ത്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നമ്മുടെ ഹിന്ദുമതം മാത്രമാണ് നേരിട്ടിട്ടുള്ളത്. നമ്മൾ വീണ്ടും മഹർഷി അരവിന്ദൻ പറയാറുണ്ട് സർവൈവൽ ചെയ്യുന്നതിനെക്കുറിച്ച്. എന്നാണോ നമുക്ക് റെസ്പോൺസിബിലിറ്റി നഷ്ടപ്പെടുന്നത് അന്ന് നമ്മൾ സറണ്ടറായി പോകുന്നതാണ്. നമ്മൾ ഈ ആചാരങ്ങളെ പിന്തുടരുന്നതിലൂടെ, അനുഷ്ഠാനങ്ങളെ ആവർത്തിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ സനാതനധർമ്മത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ സംസ്കാരം തന്നെ അതുതന്നെയാണ് പറയുന്നത്. പുനർജനി സംസ്കാരം, കാലജയി സംസ്കാരം, മൃത്യുഞ്ജയി സംസ്കാരം, സനാതന സംസ്കാരം, ആര്യ ബ്രാഹ്മണ സംസ്കാരം എന്നും പറയുന്നുണ്ട്. വധം നമ്മൾ ഒന്നിനെയും വധിക്കുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. ആ രീതിയാണ്. അല്ലാതെ സ്വാമി ബ്രാഹ്മണ്യ മേൽക്കോയ്മയാണോ? 4 രീതിയിലുള്ള സമ്പ്രദായത്തെ കൊണ്ടുവന്നത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബ്രാഹ്മണ്യം ഒരു ആർജിച്ചെടുക്കേണ്ട സ്വത്താണ്. അപ്പം ആ സംസ്കാരമുള്ളവൻ ഗോവിനെയല്ല ഒരു പ്രാണിയെയും വധിക്കുകയില്ല. ആ സംസ്കാരം ഒരു 10-12 വർഷമായി ഭാരതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഭരണാധികാരികളോടാണ് ഞങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ നന്ദി പറയാനുള്ളത്. ശാസ്ത്രഗ്രന്ഥങ്ങളും അതാണ് പറയുന്നത്. രാജാവ് ജനപ്രിയനായിരിക്കണം, രാജാവ് ജനക്ഷേമ തൽപരനായിരിക്കണം, പ്രജകൾ എങ്കിൽ മാത്രമേ പ്രജകൾ നന്നാവുകയുള്ളൂ. ഗ്രന്ഥം പറയുന്നത് തന്നെ അങ്ങനെയാണ്. രാജ്യേ ധർമ്മിണി ധർമ്മിഷ്ഠ പാപേ പാപ സമാസമ രാജാനുമനു വർത്തന്തേ യഥാ രാജ തഥാ പ്രജ. അപ്പം രാജാവ് നല്ലവനായിരിക്കണം. ആ ശാസ്ത്രത്തെ അധിഷ്ഠിതമായ രാജാവ് ഭരിച്ചാൽ മാത്രമേ പറയുകയുള്ളൂ. എന്തിനാണ് സ്വർണ്ണം അമ്പലത്തിൽ കൊടുക്കുന്നത്? ഭഗവാന് ഒരു പൂവ്, അഭിഷേകത്തിനുള്ള ജലം, ഇത് മാത്രമേ ഉള്ളൂ. കാരണം സ്വർണത്തിൽ കലിയിരിക്കുകയാണ്. എല്ലാവരും കൊണ്ട് കൊടുത്തില്ലേ സ്വർണ്ണം അമ്പലങ്ങളിലൊക്കെ? ഒരു തരി പൊന്നെങ്കിലും കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്ന് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ
ഹിന്ദുവിൻ്റെ ഭാഗ്യം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ സ്വാമിജി പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവേ. അതായത് ഇപ്പോൾ എന്താ നമ്മുടെ ഇന്ദ്രൻ പശുവിനെ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് ഈ സ്യൂഡോ പുരോഗമനവാദികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ഇന്ന് വലിയ ഒരു ചർച്ചയാണ് ഈ ഗോവധവും ഗോമാംസം ഭക്ഷിക്കുന്നതും ഒക്കെ. ഇതിൻ്റെ പേരിൽ കുറേ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ സ്വാമിജിയുടെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പറയൂ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞത്, എന്നാണോ ഭാരതം ഗോവധത്തിൽ നിന്നും മുക്തി പ്രാപിക്കുന്നത് അന്നാണ് പൂർണ്ണ സ്വരാജ് ആകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമ്പ്രദായക്കാർ ഗോവിനെ മാത്രം ലക്ഷ്യം വെക്കാറുണ്ട് വധിക്കുവാനായി. അതൊരു പ്രാണിയെ വധിക്കുന്നതിനുള്ള ആനന്ദമല്ല അവരതിലൂടെ ചെയ്യുന്നത്. ദേവാർപ്പണത്തിലുള്ള മൂല്യവാൻ വസ്തുക്കളെ തടയാൻ സാധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, അമ്പലങ്ങളിൽ പാലഭിഷേകമുണ്ട്, നെയ്യഭിഷേകമുണ്ട്, ഭസ്മാഭിഷേകമുണ്ട്, പഞ്ചഗവ്യം നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം ഇതെല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ആരെയാണ് വധിക്കേണ്ടത്? ഗോവിനെ. ഗോവിനെ വധിക്കുന്നതിലൂടെ ക്ഷേത്രത്തിലെ പ്രസാദമായി ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യപ്പെടേണ്ട ക്ഷീരം നമുക്ക് ലഭിക്കുന്നില്ല. ഗോവിനെ വധിക്കുന്നതിലൂടെ നെയ്യ് നമുക്ക് ലഭിക്കുന്നില്ല. ഗോവിനെ വധിക്കുന്നതിലൂടെ ഭസ്മം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഗോവിനെ വധിക്കുന്നതിലൂടെ പ്രസവം കഴിഞ്ഞ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് പഞ്ചഗവ്യം സേവിക്കുവാനും സാധിക്കുന്നില്ല. അങ്ങനെ സംസ്കാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഗോവിനെ വധിക്കുക എന്നുള്ളത്. പിന്നെ അങ്ങ് ചോദിച്ച മറ്റൊരു ചോദ്യം, ഇന്ദ്രൻ പശുവിനെ ഭക്ഷിച്ചതായിട്ട് എന്താ പറയുക, നവലിബറൽ കമ്മ്യൂണിസ്റ്റ് പിന്തിരിപ്പന്മാരൊക്കെ കൂടെ തന്നെ ഇങ്ങനെ പറയാറുണ്ട്. ഇന്ദ്രൻ പശുവിനെ കഴിച്ചല്ലോ സ്വാമി. മക്കളെ, പശു എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യ ഭാഷയിൽ വളർത്തു മൃഗങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് പശു എന്നാ പറയുക. പശുപക്ഷികൾ. ഇപ്പോൾ നമ്മൾ വീടടച്ചിട്ട് പോവുകയാണ്, നമ്മുടെ പശുക്കളൊക്കെ എന്ത് ചെയ്തു? സ്വാമി പശു ഇല്ലല്ലോ. അല്ല, പൂച്ച, പട്ടി, ആട്, മാട്, അപ്പം അവക്കിറ്റകൾ എല്ലാം കൂടെ ചേർന്ന് പശു എന്നാണ് പറയപ്പെടുക. ഗോവിനെ ഗോവെന്നാ പറയുക. ഗോവിനെ പശു എന്ന ആര്യാവർത്തത്തിൽ പറയാറില്ല. അത് ഗോമാതാവാണ്, ഗോവാണ്. മറ്റു പശുക്കൾ എന്ന് പറഞ്ഞാൽ പൂച്ച, പട്ടി, വീട്ടിലെ മറ്റു വളർത്തുമൃഗങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് പശുക്കൾ. അപ്പോൾ ദേവസത്ത അക്ഷീണരായപ്പോൾ അസുരന്മാർ ദേവലോകത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഇന്ദ്രാദികൾക്ക് പലവട്ടം പലായനം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഇന്ദ്രൻ ദേവലോകത്തെ രാജാവാണ്. രാജാവ് രജസ്വലനായിരിക്കാം, രജോ ഗുണ തൽപരനായിരിക്കാം. അത്തരത്തിൽ മറ്റു മൃഗങ്ങളുടെ ആടിൻ്റെയോ മറ്റെന്തെങ്കിലും അദ്ദേഹം പുജിച്ചിട്ടുണ്ടാവാം. അല്ലാതെ ദേവേന്ദ്രൻ ഗോമാംസം കഴിച്ചു എന്ന് മേൽപ്പറഞ്ഞ നവലിബറൽ കമ്മ്യൂണിസ്റ്റാദികൾക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാണ്. ഒരിക്കലുമില്ല. ഇന്ദ്രൻ പശുവിനെ ഭക്ഷിച്ചതായിട്ടേ പറയുന്നുള്ളൂ, ഗോവിനെ ഭക്ഷിച്ചതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന തർക്കങ്ങളിൽ വല്ല കാര്യമുണ്ടോ? തീർച്ചയായിട്ടും കാര്യമുണ്ട്. കാരണം നമ്മുടെ പൂർവാശ്രമം തിരുവനന്തപുരത്ത് ഒരു RCC ഉണ്ട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ. അവിടെ ക്യാൻസർ പിടിച്ച് വരുന്നവർ കൂടുതലും കോട്ടയം ജില്ലക്കാരും കാസർഗോഡ് ജില്ലക്കാരുമാണ്. കാരണം ഈ മാംസം കഴിക്കുന്നവർക്കാണ് കൂടുതലും ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മപെങ്ങന്മാരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിന് ശേഷം അവരുടെ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കണമെങ്കിൽ ഈ പഞ്ചഗവ്യം തന്നെ അവർ കഴിക്കേണ്ടതുണ്ട്. പാല് എത്രമാത്രം പോഷക സമ്പുഷ്ടമാണ്. ഇനി മറ്റൊരു പൊതുവെ മലയാളികൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്തവണ തന്നെ മാഘമേളയ്ക്ക് പ്രേഗയിൽ പോയപ്പോൾ ഞങ്ങളുടെ അഖാഡയിലെ മറ്റൊരു മഠമാണ് ബാഗംബരി മഠം. അവിടെ പോയപ്പോൾ നമ്മൾ മലയാളിയല്ലേ, കിടുകിടാ തണുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഗുരുഭായ് ബൽവീർപുരി പറഞ്ഞു, ഗുരുഭായ് ഗോശാലയ്ക്കകത്ത് കയറി നിൽക്കൂ, തണുപ്പ് മാറും. രാവിലെ 3 മണി സമയത്ത്, കൊടും തണുപ്പ് സമയത്ത് ഗോശാലയ്ക്കുള്ളിൽ കയറിയപ്പോൾ തണുപ്പ് അറിയുന്നില്ല. അതിന് കാരണം നാടൻ പശുവിൻ്റെ ചാണകത്തിന് മുകളിൽ ഒരു പാട പോലെ ഒരു ശ്രേഷ്മസ്ഥലം കാണാൻ സാധിക്കും. പാട പോലെ നാടൻ പശുവിൻ്റെ ചാണകത്തിൻ്റെ മുകൾ ഉപരിതലത്തിൽ പാട പോലൊരു സാധനം കാണാൻ സാധിക്കും. അതിന് സംസ്കൃതത്തിൽ കരീഷിണി എന്നാണ് പറയുക. കരീഷിണി. ഈ കരീഷിണിക്ക് അന്തരീക്ഷ താപ വ്യതിയാനങ്ങളെ ബാലൻസ് ചെയ്യുവാൻ സാധിക്കും. അമിതമായ ഉഷ്ണം ഉണ്ടാവില്ല, അമിതമായ തണുപ്പുണ്ടാവില്ല. ആ കരീഷിണിയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്തവണത്തെ പ്രയാഗിലെ മാഘമേളയ്ക്ക് പോയപ്പോൾ തണുപ്പടിച്ചപ്പോൾ ഞാൻ ഗോശാലയ്ക്കകത്ത് കയറി നിന്നപ്പോൾ നമുക്ക് തണുപ്പ് അറിയാതെ ഇരുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ താപവ്യതിയാനങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും? കരീഷിണിയെ കൊണ്ട് സാധിക്കും.
കരീക്ഷണി വേണമെങ്കിൽ ഏത് പ്രാണി ഭൂമിയിലുണ്ടാവണം? ഗോവുണ്ടാവണം. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ഭൂമിയിൽ ഒരു 6 അടിയെങ്കിലും മണ്ണിൽ ചാണകത്തിന് പ്രസൻസ് ഉണ്ടെങ്കിൽ താഴേക്ക് ജലം വറ്റുകയില്ല. നമ്മൾ തന്നെ താമസിക്കുന്ന വീടിന് പഴയ ഈ ചാണകം മെഴുകിയ തറയും ചുമരുമൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടിട്ടുമുണ്ട് ധാരാളം. അപ്പം അത്തരം ഭവനങ്ങളിൽ ചൂട് വലുതായിട്ട് അറിയില്ല. ഇന്നും യു പിയിലൊക്കെ കൊടും ചൂടുള്ള സ്ഥലങ്ങളിൽ ചില ആശ്രമങ്ങളിൽ ഈ ട്രഫോഡ് ഷീറ്റ് ഇട്ടിട്ട് അകത്ത് തട്ടോ പലകയോ അടിച്ചിട്ട് മുകളിൽ ഒരു അരയടി ഒരടി കന ചാണകം ഇങ്ങനെ മെഴുകി പിടിപ്പിക്കാറുണ്ട്. ചൂട് അത് ഭേദിച്ച് താഴേക്ക് വരികയില്ല. അപ്പം അതുപോലെ തന്നെ ഇന്ന് ഈ നവലിബറൽ ബ്യൂട്ടി പാർലറുകളിലൊക്കെ തന്നെ പല പല കൃത്രിമ സൗന്ദര്യവർദ്ധക ഉപകരണങ്ങളും സാധനങ്ങളും ലഭിക്കാറുണ്ട്. കണ്ണിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നത്, ചുണ്ടിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെ ഗോമാതാവ് കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ വരുന്ന മഞ്ഞപ്പാലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മഞ്ഞപ്പാലിൽ നിന്ന് യാങ്കി സാഹിബന്മാരുടെ നാട്ടിൽ, യാങ്കി സാഹിബിൻ്റെ നാട്ടിൽ പ്ലാസ്റ്റിക് സർജറിക്ക് പോലും ഗോമാതാവിൻ്റെ അകിടിൻ്റെ ഇന്നർ ലെയറാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊന്നും പോണ്ട, ഈ നിഷ്കളങ്ക പ്രാണിയുടെ പാല് 1/2 ഗ്ലാസ് കുടിച്ചാൽ മതി. യാങ്കി സാഹിബിൻ്റെ ആശുപത്രിയിൽ പോകണ്ട പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ, നവലിബറലിൻ്റെ ബ്യൂട്ടി പാർലറിലും പോകണ്ട സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ. ഈ നിഷ്കളങ്ക പ്രാണിയുടെ 1/2 ഗ്ലാസ് പാല് മാത്രം കുടിച്ചാൽ മതി. രോഗങ്ങൾക്കുള്ള പരിഹാരം അവിടെയുണ്ട്. അതുകൊണ്ട് ആചാര്യന്മാർക്ക് ഗോവിനെ സംരക്ഷിച്ച് തീരുകയുള്ളൂ. ഗോ ഹന്താപകാരിക്ക് വധശിക്ഷ നൽകണമെന്നാണ് വേദങ്ങൾ പറയുന്നത്. ഗോവിനെ സംരക്ഷിച്ച് തീരുകയുള്ളൂ. കാരണം നമ്മുടേത്, ഞങ്ങൾ ആചാര്യന്മാർക്ക് ഇക്കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഈ സംസ്കാരമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ആരുടെ എതിർപ്പ് ഞങ്ങൾ വിലവെക്കുന്നില്ല. ഈ സംസ്കാരവുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ആരെയും എതിർക്കുന്നില്ല. ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം. നിങ്ങളെല്ലാവരും കടന്നു വരൂ, സനാതനത്തിൻ്റെ പാതയിലേക്ക് മനസ്സിലാക്കൂ ഇതിൻ്റെ സത്യത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ആ ഒരു പോയിന്റ് ഒന്ന് വ്യക്തമാക്കി. തീർച്ചയായിട്ടും വ്യക്തമാക്കാം. ഇത്തവണ മാഘമേളയ്ക്ക് പോയപ്പോൾ ജർമ്മനിയിലെ ഒരു പൊലിഷ്യ, അദ്ദേഹത്തിന് ഷൂട്ടർ എന്നാ പറയുക, നമ്മുടെ ഇവിടെയൊക്കെ കമാൻഡോ എന്ന് പറയുമല്ലോ, ഒരു ചെറുപ്പക്കാരൻ്റെ പയ്യനെ പരിചയം, ഷൂട്ടർ. ബാബ ഐ എം ഷൂട്ടർ ഫ്രം ജർമ്മൻ പോലീസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ബാബയുടെ നാട്ടിലെ 2 പേരെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരൊക്കെയാണത്? സമൺ മിസ്റ്റർ വീരപ്പൻ. അപ്പോൾ ജർമ്മനിയിലെ പോലീസിലെ ഷാർപ്പ് ഷൂട്ടർക്ക്, കമാൻഡോയ്ക്ക് പഠിക്കാനുള്ള പാഠ്യപദ്ധതിയിൽ വീരപ്പൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമനാരാണ്? രണ്ടാമത്തെ ആൾ പറഞ്ഞത് ഒരു വലിയ നേതാവിൻ്റെ പേരാണ്. ആ നേതാവ് ഒരിക്കൽ പറഞ്ഞു, പാവപ്പെട്ടവൻ്റെ ഭക്ഷണം 40 രൂപയുടെ കപ്പച്ചീനിയാണോ 400 രൂപയുടെ ഗോമാംസമാണോ? പറയൂ. ആഹാരം രുചികരമാകണം, ആഹാരം സാത്വികമാകണം, ഇന്നത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കാൻ പാടുണ്ടോ? അപ്പം ആ നേതാവ് ഒരിക്കൽ പറഞ്ഞത്, പാവപ്പെട്ടവനെന്ന് പറഞ്ഞ ആരാണ്? സാമ്പത്തികമായി സുരക്ഷിതയില്ലാത്തവനാണ് പാവപ്പെട്ടവൻ. ആ പാവപ്പെട്ടവൻ്റെ ആഹാരം 400 രൂപ വിലയുള്ള ഗോമാംസമാണോ 40 രൂപ വിലയുള്ള കപ്പച്ചീനിയാണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ആ നേതാവ് ആരാണെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ആ നേതാവ് ഒരിക്കൽ നടത്തിയ ക്രിമിനലിസത്തെക്കുറിച്ച്, ആ നേതാവ് ഒരിക്കൽ നടത്തിയ നിഷ്ഠൂര കൊലപാതകങ്ങളെക്കുറിച്ച് ജർമ്മനിയിൽ പോലും പോലീസിലെ CID-കൾക്ക് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു പോയി, നമ്മുടെ നാട്ടിലെ ഒരു നേതാവ് ഇത്തരത്തിലെങ്കിലും അവിടെയൊക്കെ എത്തിപ്പെട്ടല്ലോ എന്നുള്ളത്. നമ്മുടെ ഭഗവാൻ ശിവന് ഹൈന്ദവ സംസ്കാരത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് എൻ്റെ ചോദ്യം. അതോടൊപ്പം സ്വാമിജിയുടെ ഒരു കാഴ്ചപ്പാടിൽ ആരാണ് ശിവൻ? ശിവനിൽ എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന സർവ്വവ്യാപിയായ ദേവാദിദേവനാണ് ശിവൻ. ശിവനും വിഷ്ണു ഒരേപോലെ തന്നെ. ശിവോച്ച ഹൃദയം വിഷ്ണു, വിഷ്ണോച്ച ഹൃദയം ശിവ എന്ന് കഥോപനിഷത്ത് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കുമ്പോൾ മഹാവിഷ്ണു ശിവനെ പൂജിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാവിഷ്ണു ശിവൻ വിഷ്ണുവിനെ പൂജിച്ചായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ വിഷ്ണുവിനെ നമ്മൾ പറയാറുണ്ട് താമരക്കണ്ണൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരിക്കൽ മഹാവിഷ്ണു താമരപ്പൂ കൊണ്ട് ശിവലിംഗം 1008 താമരപ്പൂ കൊണ്ട് ശിവലിംഗത്തിൽ അർപ്പിച്ച് ആരാധിക്കുകയായിരുന്നു. അപ്പോൾ ശിവൻ കരുതി ഒന്ന് പറ്റിക്കണമല്ലോ,
2 താമരമുട്ട് ഭഗവാൻ മഹേശ്വരൻ അപ്രത്യക്ഷമാക്കി. വിഷ്ണു മുട്ട് ഞാൻ അർപ്പിച്ചപ്പോൾ 2 മുട്ട് കാണാനില്ല. മഹാവിഷ്ണു തൻ്റെ 2 കണ്ണ് ചൂഴിനെടുത്ത് ശിവലിംഗത്തിൽ അർപ്പിച്ചു. ഇത് കണ്ട് സംപ്രീതനായ ഭഗവാൻ മഹാദേവൻ, ദേവാദിദേവൻ മഹേശ്വരൻ ആ 2 താമരമുട്ട് എടുത്തിട്ട് പറഞ്ഞു, ഈ താമരമുട്ട് പോലുള്ള കണ്ണുകൾ ഉണ്ടാവട്ടെ. അതാണ് നമ്മൾ താമരക്കണ്ണൻ എന്ന് നമ്മൾ ആരെ വിളിക്കുന്നത്? ഭഗവാൻ വിഷ്ണുവിനെ. അപ്പം അതുപോലെ അപ്പം ഇത് കണ്ടപ്പോൾ ദേവിക്കും തോന്നി എനിക്കും ആരാധിക്കണമല്ലോ. ദേവി കൂവളത്തിൻ്റെ ഇല എടുത്താണ് ശിവലിംഗത്തിൽ ആരാധിക്കുന്നത്. അപ്പം ഭഗവാൻ ചോദിച്ചു, ഒന്ന് പറ്റിക്കണമല്ലോ. 2 കൂവളത്തിൻ്റെ ഇല എടുത്ത കൂവളത്തിൻ്റെ കൂവളത്തിൻ്റെ കായ എടുത്ത് അർപ്പിക്കണം. ഭഗവാൻ താമര മൊട്ടാണല്ലോ. കൂവളവൃക്ഷത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇലയേക്കാളും കായയാണ്. കായ അർപ്പിക്കുകയാണ്. 2 കായ കാണാനില്ല. ദേവി തൻ്റെ 2 മാറിടവും അറുത്തെടുത്ത് ശിവലിംഗത്തിൽ അർപ്പിച്ചു. ഇത് കണ്ട് സംപ്രീതനായ ഭഗവാൻ ആ 2 കൂവളത്തിൻ്റെ ഫലങ്ങളും എടുത്ത് ഇതേ ആകൃതിയിലുള്ള നിറസ്ഥലങ്ങൾ ദേവി നിനക്കുണ്ടാവട്ടെ. അതാണ് സ്ത്രീകളുടെ സ്തനങ്ങൾക്ക് വലിയ കൂവളത്തിൻ്റെ കായയുടെ ആകൃതി ഉള്ളതും സ്തനസംബന്ധമായ രോഗങ്ങൾക്ക് മരുന്നായിട്ട് കൂവളത്തിൻ്റെ കായ. ഇപ്പം ചിലർ പറയാറുണ്ട്, സ്വാമി പെങ്ങടെ മോള് പ്രസവിച്ചു, കുഞ്ഞിന് കൊടുക്കാൻ പാല് ലഭിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള പ്രതിവിധിയാണ് ഈ കൂവളത്തിൻ്റെ കായയുടെ അകത്ത് അരി ഉരച്ച് വെറും വയറ്റിൽ കുടിക്കുക. അപ്പോൾ ആ ക്ഷീണമൊക്കെ ഇപ്പോൾ കല്യാണപ്രായം വരുന്ന കുട്ടികൾക്ക് ഒരു ശരീരത്തിലൊരു ചുറുചുറുക്കും ചൊടിയുമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഈ കൂവളത്തിൻ്റെ കായയുടെ പുറന്തോട് അരച്ച് ലേപനം ചെയ്താൽ മതി. അവരുടെ ആ ശരീരത്തിന് സൗന്ദര്യമില്ലായ്മ എന്നുള്ള ഒരു അപകർഷതാ ബോധത്തിൽ നിന്ന് അവർക്ക് മുക്തി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വിഷ്ണുവും ശിവനും ഒന്നാണ്. എങ്കിലും ശാസ്ത്രഗ്രന്ഥങ്ങൾ ശിവൻ വിഷ്ണുവിനെ പൂജിച്ചായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നില്ല, വിഷ്ണു ശിവനെ പൂജിച്ചിട്ടാണ് കാണുന്നുള്ളൂ. പക്ഷേ നമുക്ക് ബാണാസുരൻ്റെ കാര്യം പറയുമ്പോൾ വിഷ്ണുജ്വരം എന്ന് പറയുന്ന ശസ്ത്രത്താൽ ശിവൻ പരാസ്തനായപ്പെട്ട ചരിത്രവും പറയുന്നുണ്ട്. ബാണാസുരൻ്റെ മകളാണ് ഉഷ, അനിരുദ്ധനുമായിട്ട് അനുരാഗമാണ്. അപ്പോൾ ഒരാളുടെ തുണയ്ക്ക് വന്നു മഹാദേവൻ, ഒരാളുടെ തുണയ്ക്ക് വന്നു ശ്രീകൃഷ്ണൻ. അപ്പോൾ ഇവർ തങ്ങളുടെ യുദ്ധം ഉണ്ടായപ്പോൾ സ്വാമി പറഞ്ഞ ശിവൻ താഴെ വീണില്ലേ? ശിവന് താഴെ വീഴേണ്ടി വന്നു ധർമ്മത്തെ രക്ഷിക്കുവാനായിട്ട്. ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. പക്ഷേ വ്യത്യാസം ശിവൻ വിഷ്ണുവിനെ പൂജിച്ചായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ശിവഭഗവാനാണ് ശ്രേഷ്ഠൻ എന്നൊരർത്ഥമുണ്ടോ? അല്ല, അതൊരു വാദത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിവാദത്തിന് വേണ്ടി അഭിപ്രായം. വിതർക്കം സാധുലക്ഷണം എന്നാണ് പറയുന്നത്. നമ്മുടെ 33 കോടി ദേവതകൾക്കും തുല്യസ്ഥാനമാണുള്ളത്. ത്രിമൂർത്തികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം. ദേവാദിദേവൻ എന്ന് പറയുന്നത് ആരാണ്? ശിവനെയാണ് പറയുന്നത്. യോഗീശ്വരൻ ആരാണ്? യോഗേശ്വരൻ ആരാണ്? യോഗേശ്വരൻ മഹാവിഷ്ണുവാണ്. യോഗനിദ്രയിലാണ് അദ്ദേഹം. ശിവൻ യോഗീശ്വരനാണ്. യോഗി ആരാണ്? എല്ലാം ത്യജിച്ചവൻ, എല്ലാം പരിത്യജിച്ചവന്റെ ഈശ്വരനാണ്. അപ്പം അതുകൊണ്ടാണ് ശിവന് ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠമായ സ്ഥാനം തന്നെ നൽകുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ എന്നൊരു ഇതിലെടുക്കുമ്പോൾ നേരിടുന്നൊരു പ്രശ്നമാണ് ഈ ഈഗോ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം, കോപം എന്നൊക്കെ പറയണത്. ഇത് നമുക്ക് ആത്മീയ നിഷ്ഠകളോ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയത കൊണ്ട് നമുക്കിതിനെ കുറയ്ക്കാനോ കൺട്രോൾ ചെയ്യാനോ ഒക്കെ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. ശാസ്ത്രഗ്രന്ഥങ്ങൾ കോപത്തെക്കുറിച്ച് പറയുന്നത് പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് കോപമെന്നാണ്. അപ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ അയലോക്കത്തുള്ള കോപിഷ്ഠനാണ്, നമ്മൾ തിരിച്ചയാളോട് ചൂടാവരുത്. ഡോൺ വറി, ഐ ഓൾവേസ് വിത്ത് യു എന്ന് പറയുന്നത് അയാളെ സമാധാനപ്പെടുത്തുക. കാരണം അയാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവനാണ്. അപ്പം അങ്ങയുടെ മറ്റൊരു ചോദ്യം ആത്മീയത കൊണ്ട് ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ ശാസ്ത്രഗ്രന്ഥങ്ങളെ അനുധാവനം ചെയ്യുമ്പോൾ ക്രോധത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഖങ്ങളുടെ അലഭ്യത കൊണ്ട്, മോഹങ്ങളുടെ പൂർത്തീകരണമില്ലായ്മ കൊണ്ട്, സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമില്ലാത്തത് കൊണ്ട്, സന്തതിയെ കൊണ്ട് ശ്രേഷ്ഠതയില്ലാത്തത് കൊണ്ട്, കളത്രത്തെ കൊണ്ട് സുഖമുണ്ടാകാത്തത് കൊണ്ട്, സുഖ സൗകര്യങ്ങളുടെ അലഭ്യത കൊണ്ടൊക്കെയാണ് മനുഷ്യന് ക്രോധമുണ്ടാകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ശാസ്ത്രങ്ങളെ നമ്മൾ പിന്തുടരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശ്വര, ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ളവൻ ഞാനാണ്. ഇന്ന് പാവക്കുളത്ത് അമ്പലത്തിൽ പോയപ്പോൾ 2 കാലില്ലാതെ പലകയിൽ ഇരുന്ന് നിരങ്ങണ ഒരാളെ ഞാൻ കണ്ടു. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പോയപ്പോൾ 2 കൈയില്ലാത്തൊരു പെൺകുട്ടി ലോട്ടറി ടിക്കറ്റ് വിൽക്കണ കണ്ടു.
മഹാദേവ ഞാൻ അത്ര ഭാഗ്യവാൻ, അതെ. എനിക്ക് രണ്ട് കയ്യും കാലും ഉണ്ടല്ലോ, ഞാൻ അത്ര ഭാഗ്യവാൻ. ആ ഒരു വിചാര തലത്തിലേക്ക് എത്തുന്നതിന് ശാസ്ത്രഗ്രന്ഥങ്ങളെ അനുധാവനം ചെയ്യുകയും ആചാര്യന്മാരുടെ കൂടെയൊക്കെ കുറേ കാലം താമസിക്കുമ്പോൾ നമുക്കിത് മാറുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് കുറേ കാലം ഗുരുവിൻ്റെ കൂടെ കഴിയുമ്പോൾ മാത്രമേ അതിനുള്ളൊരു ഗുരു ഉണ്ടാവണം. എന്തൊരു വിദ്യയിലും ഗുരു ഉണ്ടാവണമെന്നുള്ളതാണ്. ഗുരു ആകാൻ എളുപ്പമാണ്. കാരണം അമ്മ വീഡിയോഗ്രാഫി പഠിച്ചു, അമ്മയ്ക്ക് 10 പേരെ പഠിപ്പിക്കാം വീഡിയോഗ്രാഫി. പക്ഷേ എനിക്ക് വീഡിയോഗ്രാഫി പഠിക്കണം, അമ്മ അനുവദിച്ചാൽ മാത്രമേ എനിക്ക് അമ്മയുടെ ശിഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. ഗുരു ആവാനുള്ള ശിഷ്യനാവാനാണ് ഏറ്റവും പ്രയാസം. അതാണ് ഗ്രന്ഥങ്ങൾ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്ത ഛിന്ന സംശയ എന്ന് പറയുന്നത്. ഈ പദം തന്നെ 2 അക്ഷരമാണ്, ഗൂം രു. ഒന്ന് അന്ധകാരം, ഒന്ന് പ്രകാശം. ഗു രു. ഗു രു ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ വാക്കുമ്പോഴാണ് ഗുരു ഗുരു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം അജ്ഞാനത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഗുരു. അപ്പം ആ ഗുരുത്വം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്രോധമില്ലാതായി മാറുന്നത്. ക്രോധം എന്ത്? കളത്രത്തിനും സുഖം ലഭിക്കുന്നില്ല, സ്വാഭാവികം. പുത്രപൗത്രാദികൾ സ്വപ്നത്തിനനുസരിച്ച് അവർ ധനമാർജിക്കുന്നില്ല, നമുക്കതിന് കാരണം മനസ്സിലാകുന്നു. അവർ പഠിച്ചില്ല, ഇല്ല ഞാൻ അവരെ നേർവഴിക്ക് പഠിപ്പിച്ചില്ല. സുഖസൗകര്യങ്ങളുടെ അഭാവം. അടുത്ത വീട്ടിൽ കളക്ടറാണ്, ഞാനൊരു കൊച്ചു കട നടത്തും, എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. യാഥാർത്ഥ്യം ദുഃഖപ്രദവുമാണ്. യാഥാർത്ഥ്യം സുഖപ്രദായകയല്ല, യാഥാർത്ഥ്യം ദുഃഖപ്രദായിനിയാണ്. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രജ്ഞാനം തേടുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ആ യാഥാർത്ഥ്യം എന്താണ്? ദുഃഖം. ജനം മൃത്യു ജരാവ്യാധി ദുഃഖദേശാനുദർശനം. ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുക? ജര, വ്യാധി, ദുഃഖം, ദ്വേഷം. ജര, വയസ്സാകുമ്പോൾ തൊലിയൊക്കെ ഒന്ന് ചുളുങ്ങി ജര ബാധിച്ചു തുടങ്ങി, ആർക്കും ഇഷ്ടമുള്ളതല്ല, ദുഃഖമാണ് ജര ബാധിച്ചാൽ. വ്യാധി, സ്വാമി മേള കഴിഞ്ഞ് വന്നപ്പോൾ സ്വാമിക്ക് ചുവ പിടിച്ചതുപോലെ ഈ ഭസ്മമൊക്കെ മൂക്കി കയറി എനിക്കും തുമ്മൽ തുടങ്ങി, വ്യാധി. ദുഃഖദേശാനുദർശനം. മക്കളെ കൊണ്ട് ഒരു സമാധാനമില്ല, ദുഃഖമുണ്ടായി. ദ്വേഷം, അന്യര് ദ്വേഷിക്കുന്നു. ഇത് 4 മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് ശാസ്ത്ര ആർജനത്തിലൂടെ മാത്രമാണ്. അപ്പം അത്തരത്തിലുള്ള ശാസ്ത്ര ആർജനം നേടുമ്പോൾ മേൽപ്പറ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല, അതുമൂലം ക്രോധവും ഉണ്ടാവുകയില്ല, വ്യക്തി പരാജിതനുമാവുകയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഒരാൾ ക്രോധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ തന്നെ നമ്മുടെ കൂടെയുള്ള ഒരാൾ ദേഷ്യക്കാരനാണ്, ക്രോധിക്കപ്പെടുന്നവരാണ്, എപ്പോഴും ക്രോധമാണ് അയാൾക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ എക്ദം ഫെയിലിയറായ ഒരാളാണ്. ഇപ്പോൾ സ്വാമിജി പറഞ്ഞതിനകത്ത് ഒരു ഗുരു അനിവാര്യമാണെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒരു മനുഷ്യന് സ്വയം ഗുരുവാകാനായിട്ട് സാധിക്കും? തീക്ഷ്ണമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ഒരാൾക്ക് സാധിക്കും. അല്ലാതെ ഒരു വസ്തുവിനോ ഒരു പദാർത്ഥത്തിനോ ഒരിക്കലും ഗുരുവാകാൻ സാധിക്കുകയില്ല. ഒരു നിർജീവ വസ്തുവിന്, ജീവനില്ലാത്ത വസ്തുവിന് ഗുരുവാകാൻ സാധിക്കുകയില്ല. കാരണം ഗുരു സംശയം നിവാരിക്കപ്പെടേണ്ട ആളാണ്, സംശയത്തെ ദൂരീകരിക്കപ്പെടേണ്ട ആളാണ് ഗുരു. ഈ കമണ്ടലുവിന് ഗുരുവാകാൻ സാധിക്കുകയില്ല, ഈ മാലയ്ക്ക് ഗുരുവാകാൻ സാധിക്കുകയില്ല. ഞാനൊരു സംശയം ചോദിച്ചാൽ എനിക്ക് മറുപടി പറഞ്ഞു തരണം, എൻ്റെ കയ്യിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചാൽ തിരുത്തി തരണം, അതാണ് ഗുരു. കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം കൃഷ്ണൻ്റെ ഗാഥകളാണ് നമ്മൾ കൊച്ചിലെ തന്നെ എല്ലാം കേട്ട് പഠിക്കുന്നത്. അതിൽ ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കുരുക്ഷേത്രത്തിലും മറ്റും ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് അവർ സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലേ? അപ്പം അതൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് ഗുരു ഇല്ലാത്ത ഒരാൾക്ക് കൃഷ്ണനെ ഗുരുവായി സ്വീകരിക്കാമെന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത്. എങ്കിലും ഗുരു അനിവാര്യമാണ്. ഗുരു ഏറ്റവും പ്രയാസമുള്ളതുമാണ് ഒരു ഗുരുവിന് ലഭിക്കുന്ന കാര്യം. കാരണം ഗുരു ഇച്ഛിച്ചാൽ മാത്രമേ നമുക്ക് ആ ഗുരുവിന് ശിഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗുരു തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഗുരുകുല സമ്പ്രദായം അല്ലെങ്കിൽ ഗുരുവിനെ ആദരിക്കുന്ന ഒരു സംസ്കാരം ഇല്ലാതെ പോയത് കൊണ്ടാണ് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിനുള്ള, അമ്പലങ്ങളിൽ രജസ്വലകളെ പ്രവേശിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഗുരുത്വമില്ലായ്മ മനസ്സുകളിലെ ഭരണാധികാരികൾക്ക് പോലും ഉണ്ടായത്. ഈ ഗുരുത്വമില്ലായ്മയ്ക്ക് നാടൻ ഭാഷയിൽ കുരുത്തമില്ലായ്മയെന്നും കുരുത്തക്കേടെന്നൊക്കെ പറയാറുണ്ട്. അത്രേ ഉള്ളൂ. സ്വാമിജി, ഒരു സംശയം. അതായത് നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ഡിസയർ, ആഗ്രഹങ്ങളില്ലെങ്കിലും മനുഷ്യരില്ല എന്ന് തന്നെ പറയാം.
പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഇല്ലാണ്ട്, അതായത് ഒരു സന്യാസത്തിൻ്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് തന്നെ അതാണല്ലോ, ഈ ഡിസയർ ഇല്ലാണ്ടാവുന്നത് ആക്ച്വലി അനിവാര്യമാണോ നമ്മളുടെ ജീവിതത്തിൽ? ആഗ്രഹങ്ങൾ ഉണ്ടാവേണ്ടതാണ്, എന്നാൽ അത്യാഗ്രഹവും അനാഗ്രഹവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. സ്വയം ഞാൻ എന്താണെങ്കിലും നമ്മൾ എന്താണ് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. അതായിരിക്കണം നമ്മുടെ ആഗ്രഹവും. ഇപ്പോൾ കൽപ്പന ചൗള പോയതുപോലെ എല്ലാവർക്കും പോകണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കുമോ? ബോബി മോൻ ചാടുന്ന പോലെ എനിക്ക് ചാടാൻ സാധിക്കില്ല. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, അയൽപക്കത്തെ പയ്യൻ കണ്ടില്ലേ, സെക്രട്ടേറിയറ്റ് ജോലിയാണ്, നിനക്കതുപോലെ പഠിക്കാൻ വയ്യായിരുന്നോ? ആ കുട്ടി പഠിക്കാൻ മണ്ടനാണ്, പിന്നെ എങ്ങനെയാണ് പഠിച്ചു മിടുക്കനാവുക? അപ്പം നമ്മുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് എന്തൊക്കെ സോഴ്സുകൾ ലഭിക്കുന്നു പുറത്തു, നമ്മൾ എന്തിന് എലിജിബിലിറ്റി ഉണ്ട് അതനുസരിച്ച് സ്വപ്നം, അതനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കാവൂ. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ദുഃഖത്തിന്, സമാധാനമില്ലായ്മയ്ക്കും, ക്രോധത്തിനും കാരണമാകും. ക്രോധത്തിനും കൂടെ കാരണമാകുമ്പോഴേക്കും നമ്മുടെ പൾസ് ചേഞ്ച് ആവുകയാണ്. നമ്മുടെ പൾസ് ചേഞ്ച് ആവുന്നതാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം. അതാണ് ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം എവിടെ പിടിച്ചാൽ നോക്കുക? പൾസ് നോർമൽ ആണെങ്കിൽ ചുമ്മാ കള്ളം പറയും, ഒരു അസുഖമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർക്ക് പൾസ് പിടിക്കുമ്പോൾ അറിയാം അസുഖത്തിന് കാരണമാകുന്നു. അപ്പം നമുക്ക് എത്തുന്നിടത്തോളം മാത്രം സ്വപ്നം കാണുക, നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അത്രത്തോളം മാത്രം നമ്മൾ ആഗ്രഹിക്കുക, എങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആഗ്രഹം വേണം, എല്ലാവരും ആഗ്രഹത്തിലൂടെയാണ് ജീവിക്കുക. വൈകിട്ട് നാളെ രാവിലെ 5 മണിക്ക് തിരുവനന്തപുരത്ത് എത്തണം, കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്, അവിടെ ഇത്ര ദൂരം പോകാനുണ്ട്, നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും, വിതിൻ ദ ലിമിറ്റ്സ് ഓഫ് ദി മാക്സിമം പോസിബിലിറ്റീസ്, അത്രയും നമുക്ക് സ്വപ്നം കാണാം. അതിലപ്പുറം അത് മാത്രമേ പ്രശ്നമാകുന്നുള്ളൂ. ഓക്കെ. വാരാണസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ കുംഭമേളയും അതുപോലെ തന്നെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും വലിയ ഇതെന്താണെന്നൊരു ഐഡിയ, അല്ലെങ്കിൽ എന്താണ് ഇത് ശരിക്കും കുംഭമേള എന്താണെന്നുള്ളതൊരു അറിവില്ല. അപ്പോൾ എന്താ ശരിക്കും കുംഭമേള എന്ന് പറഞ്ഞാൽ? കുംഭമേള സമുദ്രമന്ഥനവും അതിനുശേഷം അമൃത് ലഭിച്ചത്, മോഹിനി രൂപം പൂണ്ട വിഷ്ണു അമൃത് അസുരന്മാരിൽ കൈക്കലാക്കി ദേവലോകത്തെ കൊണ്ടുവരുന്ന സമയത്ത് നടന്ന സംഘർഷത്തിൽ ഭൂമിയിൽ പതിച്ച അമൃതിൻ്റെ കണങ്ങൾ വീണ്ടും അതേ രീതിയിലുള്ള സ്റ്റാർ പൊസിഷൻ, നക്ഷത്ര യുതി ഉണ്ടാകുമ്പോൾ ആ അമൃത് ജലപ്പരപ്പിൽ ഉണ്ടാകുന്നു എന്ന കാർട്ടോസാറ്റ് അടക്കം തെളിയിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മഹാമേള ആണ് കുംഭമേള എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാത്ത സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുംഭമേള എന്ന് പറഞ്ഞാൽ ജനസാഗരമാണ്. ജനസാഗരം തലയാക്കിയാൻ ഇടമില്ലാത്തൊരു സ്ഥലം. വടക്കേ ഇന്ത്യയിൽ ഹരിദ്വാർ, പ്രയാഗ, നാസിക്, ഉജ്ജയിൻ എന്നിവിടങ്ങളിലാണ് കുംഭമേളകൾ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഹിന്ദി നല്ലതുപോലെ അറിയണമെന്നില്ല. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ എവിടെയാ താമസിക്കുക? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ പോകുമ്പോൾ നമുക്കാരാ ഒരു നേരം ഭക്ഷണം തരിക? അപ്പം ഇത്തരം ചില കാര്യങ്ങളുള്ളതിനാൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പണ്ടൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കുംഭമേളയ്ക്ക് പോകാറുള്ളൂ. കാരണം ഇത്രയും ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര നേരത്തെ തന്നെ വിമാനം വഴിയോ ട്രെയിനിലോ ആണെങ്കിലും അങ്ങോട്ടേക്കുള്ളത് മടക്ക യാത്രയും നമുക്ക് നേരത്തെ തന്നെ കൺഫേം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് താമസ സൗകര്യം വേണ്ടതുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ എങ്ങനെയാണ് പോവുക? പക്ഷേ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നിരവധി മലയാളികളും നിരവധി സന്യാസ ആശ്രമങ്ങളിൽ സന്യാസിമാരായിട്ടുണ്ട്. നിരവധി നാഗാ സന്യാസിമാരും കേരളത്തിൽ നിന്നും നാഗാ സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ മലയാളികൾക്ക് കുംഭമേള എന്നൊരു അപ്രാപ്യതയല്ല. പിന്നെ അവിടെ വരെ എത്തുന്ന ദൂരം, വാഹനത്തിൻ്റെ, വിമാനത്തിൻ്റെയോ ട്രെയിനിൻ്റെയോ ഒക്കെ ആ ടിക്കറ്റിൻ്റെ ചാർജ്, അവിടെ വരെ എത്തുന്നതിനുള്ള സംസാരിക്കുന്ന ഭാഷ, അപ്പോൾ ഇത്രമാത്രം ലക്ഷങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ അഖാഡകളിലെ അതിഥികളെ മാത്രമേ ഞങ്ങൾ താമസിപ്പിക്കാറുള്ളൂ. എന്നാൽ കോടിക്കണക്കിന് ആൾക്കാർ വരികയാണ്. അപ്പോൾ ഇതിൽ സ്നാനത്തിന് കുംഭമേളയുടെ ചരിത്രം ഇതേ ഗ്രഹനില ആവർത്തിക്കപ്പെടുമ്പോൾ ദേവന്മാർ മാനസ സരോവരത്തിൽ നീരാടുമെന്നാണ്. ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിലെ അദൃശ്യരായ സന്യാസിമാർ അവിടെ സ്നാനം ചെയ്യപ്പെടുന്നു. പിന്നെ ആദ്യമായി സ്നാനം ചെയ്യാനുള്ള അധികാരം നാഗാ സന്യാസിമാർക്കാണ്. മാനസ സരോവരത്തിൽ പോയി ബ്രഹ്മകമലം പറിച്ചെടുത്ത് പട്ടാളം ദിഗംബരരായി സ്നാനത്തിന് പോകുന്ന നാഗാ സന്യാസിമാർക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തണമെന്നും നിയമം
ഉള്ള ഹിന്ദു രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് കുംഭമേളയുടെ ഒരു ചരിത്രം. പക്ഷെ നമ്മുടെ നാട്ടിൽക്കാർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് മേൽപ്പറഞ്ഞ ധനപരമായ പണം ആവശ്യമാണ്. ഇപ്പോൾ പ്രയാഗയിലെത്തണം, ഒരു ആറ്റിൻ്റെ കരയാണ് പ്രയാഗയിലെ കുംഭമേള. ടൗൺഷിപ്പിലല്ല, ടൗൺഷിപ്പിൽ നിന്നും 9 കിലോമീറ്റർ ദൂരെയാണ്, വിശാലമായ മണൽപ്പരപ്പിലാണ്. ഓരോ ആശ്രമങ്ങളുടെയും ടെൻറ്റുകളാണ് അവിടെ ഉള്ളത്. ആ ആശ്രമങ്ങളുമായി ബന്ധമുള്ളവർ നേരത്തെ തന്നെ അവരുടെ ആഗമനം അറിയിച്ചാൽ മാത്രമേ അവരുടെ താമസ സൗകര്യം അവിടെ ക്രമീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അവിടെ എത്തുന്നതിനുള്ള പണം, ഭാഷ. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലും തമിഴ്നാട്ടിൽ. കാരണം തമിഴ്നാട്ടിൽ ഹിന്ദി തന്നെ നിഷിദ്ധമാണല്ലോ. സനാതന ധർമ്മത്തെപ്പോലും അവരെന്താ പറയുക, കിം മുന്നിനോടാണ് അവർ തുലനം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത്രമാത്രം മോശമായിട്ടാണ് തമിഴ്നാട്ടിലൊരു ഭരണാധികാരി പോലും സനാതന ധർമ്മത്തെക്കുറിച്ച് വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഭാഷ അത്യാവശ്യമാണ്. ദേശീയതയാണ്, ദേശീയതയിൽ ഊന്നിയതാണ് നമ്മുടെ ജനജീവിതത്തിൻ്റെ ഒരു ജനതയുടെ സംസ്കാരം. ദേശീയതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരും. ദേശത്തിന് വേണ്ടി, എൻ്റെ ജീവിതം ദേശത്തിന് വേണ്ടിയാണ് സ്വാമി. ദേശീയതയാണ് എൻ്റെ സിരകളിൽ ഓടുന്നത്. അനിയന് ദേശീയ ഭാഷ അറിയില്ല, അതാണ് വിഷയം. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഈ ആധ്യാത്മിക ജ്ഞാനം വളരെ കുറവാണ്. നമ്മുടെ ശങ്കരാചാര്യരുടെ ഭൂമി ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അറിവ് കുറവ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്? വടക്കേ ഇന്ത്യയിൽ ഒരു ചൊല്ലുണ്ട് ആചാര്യന്മാരുടെ ഇടയിൽ, ജैसे खाए अन्न वैसे हो जाए मन, जैसे पीते पानी वैसे हो जाते वाणी. ഇതിൻ്റെ അർത്ഥം, നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയുള്ളതാണ് അതനുസരിച്ച് നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുമെന്നാണ്. പൃഥ്വിയിൽ ഇത്രമാത്രം മൃതശരീരം ഭക്ഷിക്കുന്ന മനുഷ്യജീവികളെ ഞാൻ നമ്മുടെ പ്രാന്തത്തിലല്ലാതെ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. അപ്പം ഈ ആഹാരം കഴിക്കുമ്പോൾ തന്നെ തമോ ഗുണമാണ് ചിന്ത, തമോ ഗുണത്തിലുള്ള ചിന്തകളെ വരികയുള്ളൂ. അതിൻ്റെ ഫലവും അവർക്ക് തന്നെ ദുഃഖം ലഭിക്കുന്ന രീതിയിലുള്ള തമോ ഗുണ അനുഭവങ്ങൾ മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ. അപ്പം എന്തെങ്കിലും നമുക്ക് നമ്മുടെ കേരളത്തെ, നമ്മുടെ മലയാളത്തെ സനാതനത്തിന് നേർക്ക് നമുക്കൊന്ന് അടുപ്പിക്കണം. നമ്മുടെ വഞ്ചി ധർമ്മത്തിന് നേർക്ക് നമുക്ക് തുഴയണം. നമ്മുടെ അയ്യപ്പൻ്റെ പൂങ്കാവനം പുണ്യമായി നമുക്ക് പരിരക്ഷിക്കണം. അവശേഷിച്ചിരിക്കുന്ന അമ്പലങ്ങളിലെ ഒരു സ്വർണ്ണത്തരി പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മതവിശ്വാസം എല്ലാവരിലും ഊട്ടിയുറപ്പിക്കപ്പെടണം. നമ്മുടെ ധർമ്മസ്ഥാപനങ്ങൾക്ക് നേരെ കാര്യം വെല്ലുവിളി ഉയർത്താൻ പാടില്ല. ഇതെല്ലാം നമുക്ക് സാധിക്കണമെങ്കിൽ ആദ്യത്തെ പടവൊന്നാണ് നമ്മൾ സാത്വിക ഭക്ഷണ രീതി സ്വീകരിക്കണം എന്നുള്ളത്. അല്ല, നമുക്ക് ഒരു ഏകത നമ്മളിൽ ഉണ്ടാവില്ല. കാരണം കഴിച്ചിരിക്കുന്ന മൃതമാണ്. ചില ചോദിക്കാറുണ്ട്, സ്വാമി കാശി വന്നപ്പോൾ അഘോരിമാർ ശവം കഴിക്കുന്ന കണ്ടല്ലോ. ഇത് ചോദിച്ച കൊച്ചാട്ടൻ ഉച്ചയ്ക്ക് ഹോട്ടലിൽ പോയി 2 മീനിൻ്റെ ശവം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും തന്നെ പല പല ജീവികളുടെ മൃതം കഴിച്ചുകൊണ്ടാണ് ഇന്ന് ടി വിയിൽ ഇത് കാണുന്നത്. എന്നിട്ട് പറയുകയാണ് അഘോരിമാർ ശവം കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇത് ശാസ്ത്രവിരുദ്ധമാണ്, ദഹിക്കുകയില്ല. ഭൂമിയിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ആഹാരമാണ്, ചെറിയ പുഴുക്കൾ ഇല കഴിക്കാറുണ്ട്, പുഴുക്കളെ കൊച്ചു പറവകൾ കഴിക്കാറുണ്ട്, ഈ പറവയെ വലിയ കിളികൾ കഴിക്കാറുണ്ട്, ഈ കിളിയെ കിട്ടിയ പൂച്ചയെ നായയെ കഴിക്കാറുണ്ട്, ഈ പൂച്ചയെ നായയെ കിട്ടിയ കുറുനരി പിടിക്കാറുണ്ട്, കുറുനരിയെ കിട്ടിയ പുലിയോ സിംഹമോ കടിക്കാറുണ്ട്, സിംഹത്തെ അവസാനം ഹയാനകളെ കീഴ്പ്പെടുത്താറുമുണ്ട്. പറഞ്ഞു വന്നത് ഒന്ന് മറ്റൊന്നിന് ആഹാരമാണ്. പക്ഷെ നമ്മുടെ മനുഷ്യൻ്റെ കാര്യം, മനുഷ്യനെ വേദങ്ങൾ പറയുന്നത് ഈശ്വരൻ്റെ അനുകൃതി എന്നാണ്, പ്രതികൃതി എന്നുള്ളതാണ്. ഈശ്വരീയമായ ഭാവമാണ് ഈശ്വരൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. നമ്മുടെ ചിന്തയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, പ്രവൃത്തിക്ക് സ്വായത്തതയുണ്ട്. 2 തെങ്ങ് അടുത്തടുത്ത് നിൽക്കുകയാണെന്ന് ചിന്തിക്കുക. 2 തെങ്ങ് അടുത്തടുത്ത് നിൽക്കുകയാണ്. നമ്മൾ തെങ്ങിൻ്റെ 2 ഓലകളും കൂടെ ചേർത്ത് ഒരു കയറ് കൊണ്ട് കെട്ടി, മൂന്നാമത് ഒരു തെങ്ങ് വരുമോ ഈ കയറഴിച്ചു വിടാൻ? അങ്ങ് എന്നെയും മറ്റൊരു വ്യക്തിയുടെയും കൂടെ കൈ ചേർത്ത് കെട്ടു, തീർച്ചയായിട്ടും മൂന്നാമതൊരാളും ഞങ്ങളുടെ കെട്ടഴിച്ചു വിടും. അപ്പം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് നാഗാസന്യാസമൊക്കെ പിന്നാവ്, യൂട്യൂബ് ചാനലിൻ്റെ MD ഒക്കെ പിന്നാവ്, ആദ്യമേ നീ എന്താവ്? നീ മനുഷ്യനാവ്. അതാണ് ഋഗ്വേദം പറയുന്നത്, മനുർഭവ. പറഞ്ഞപ്പോൾ ഒരു സംശയം, അതായത് ശരിക്കും ഇപ്പോൾ അഘോരിമാർ ഈ നമ്മുടെ ശവശരീരങ്ങൾ കഴിക്കാറുണ്ടോ? ഇല്ല,
അപ്പോൾ മാംസം എന്ന് പറയുമ്പോൾ തന്നെ ആപ്പിളിൻ്റെ മാംസളത, ഓറഞ്ചിൻ്റെ മാംസളത. മാംസ് എന്ന് പറയുന്നതിന് യഥാർത്ഥ അർത്ഥം അതാണ്. ഇത് മൃതം, ഇത് മൃതം, ശവം. അപ്പം അത് ചില ആചാര്യന്മാർ പഴയ കാലത്തെ പൂർണ്ണ അഘോരികൾ ശവസാധനയിലും മറ്റും ഒരല്പം രുചിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് മേൽപ്പറഞ്ഞ നമ്മൾ തെങ്ങ് നടുന്ന സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ കുത്തിയൊലിക്കുന്ന മഴയിൽ, മരം കോച്ചുന്ന തണുപ്പിൽ, ചിരകത്താത്ത കാലാവസ്ഥയിൽ തെങ്ങ് നട്ടാൽ പൊടിക്കുമോ? ഭസ്മം ധരിക്കാൻ സാധിക്കുമോ? അവർക്ക് അസ്ഥിയെടുത്ത് ഗംഗയിൽ സമർപ്പിക്കുവാൻ സാധിക്കും, ഭസ്മം ധരിക്കുവാൻ സാധിക്കും, തെങ്ങ് നടുവാൻ സാധിക്കുമോ? നവധാന്യം നടുവാൻ സാധിക്കുമോ? നമ്മുടെ വീട്ടിലെ മുത്തച്ഛൻ മരിച്ച സ്ഥലത്ത് നമ്മൾ തെങ്ങ് വെക്കാറുണ്ട്. ആ തെങ്ങിൻ്റെ വേര് വലിച്ചെടുത്ത് ആ കരിക്ക് നമ്മൾ കുടിക്കുമ്പോൾ ആ മുത്തച്ഛൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുകയല്ലേ? അതിലൊരു വേറൊരു ടൈപ്പാണ് അഘോരിമാരും ചെയ്യുന്നത്. അത് തെറ്റൊന്നുമല്ല, ആരും അതിനെ വെല്ലുവിളിക്കുകയില്ല. കാരണം നമ്മുടെ സംസ്കാരം, ഭൂമിയിൽ എണ്ണം കൊണ്ട് 3ാമത് ജനകോടിയാണ് ഹിന്ദു. ഭൂമിയിൽ എണ്ണം കൊണ്ട് 3ാമത് ജനകോടിയാണ് ഹിന്ദു. ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നാളിതുവരെ ആരും വെല്ലുവിളിച്ചിട്ടില്ല. സ്വാമിജി, ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അതായത് ഈ മോക്ഷം എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ. ശരിക്കും എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ? ധാരാളം പേരും ചിന്തിക്കുന്നൊരു കാര്യമാണത്. സ്വാമി കാശിയിൽ പോയാൽ മോക്ഷം കിട്ടുമോ അല്ലെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ? എന്നും പാവക്കുളത്ത് അമ്പലത്തിൽ പോയാൽ മോക്ഷം കിട്ടുമോ? ആറ്റുക പൊങ്കാലായിട്ടാ മോക്ഷം കിട്ടുമോ? സ്വാമിയോടെ കുംഭമേളയ്ക്ക് വന്നാൽ മോക്ഷം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. വീണ്ടും ജനനമില്ലാത്ത ഒരവസ്ഥ. ചില സമ്പ്രദായക്കാർ പറയാറുണ്ട് എല്ലാം വന്നത് ആ ബിന്ദുവിൽ നിന്നാണ്. നമ്മുടെ അദ്വൈത സിദ്ധാന്തം പറയുന്നത് ആ ബിന്ദു നമ്മളും എല്ലാം ഒന്നാണ് അല്ലേ? ആത്മാവിൻ്റെ കണങ്ങൾ തന്നെയാണ് നമ്മളെല്ലാവരും. ജന്മജന്മാന്തരങ്ങളായി വൃക്ഷങ്ങളായി, പക്ഷികളായി, പറവകളായി, പക്ഷി മൃഗാദികളായിട്ട് ജനിച്ച് 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 അവസാനമാണ് നമുക്ക് എന്ത് ജന്മം ലഭിക്കുന്നത്? മനുഷ്യജന്മം ലഭിക്കുന്നത്. ആ ജനനമില്ലാത്തൊരവസ്ഥ, അതാണ് മോക്ഷം. അത് എളുപ്പവുമല്ല. മുമുക്ഷു ആവാൻ തന്നെ വലിയ പ്രയാസമാണ്. മുമുക്ഷു ആവാൻ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ, മനുഷ്യനാവൂ ആദ്യം, അതിൽ നിന്ന് വേണം മുമുക്ഷു ആകുവാൻ. മുമുക്ഷു ഇസ് ദ റൈറ്റ് ഫോർ എ പേഴ്സൺ ഫോർ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ഫോർ മോക്ഷ. മുമുക്ഷുവും മോക്ഷവും ഒരിക്കലും ഒന്നല്ല. എങ്ങനെ മോക്ഷു ആവാം? ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, മറ്റൊരാളുടെ ആഹാരത്തിൻ്റെ അഭാവത്തിന് നേർക്ക്, മറ്റൊരാളുടെ ആരോഗ്യത്തിൻ്റെ അഭാവത്തിന് നേർക്ക്, മറ്റൊരാളുടെ അർത്ഥത്തിൻ്റെ അപര്യാപ്തതയുടെ നേർക്ക് നമുക്കൊരു ആർദ്രതയുണ്ടെങ്കിൽ നമുക്ക് മുമുക്ഷു ആവാമെന്നാണ്. ഒരാൾക്ക് ആരോഗ്യമില്ല, സ്വാമി കാല് കണ്ടോ വീർത്ത് പുഴു വരച്ച് പാവക്കുളത്തോട് നടക്കണു, നമുക്കൊരു ഓട്ടോ പിടിച്ച് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയാലോ? ന്യായമായ കാര്യം. സ്വാമി നമ്മുടെ ചാനലിൻ്റെ അവിടെ ഒരു വീട്ടിൽ ആ റോഡ് സൈഡിൽ കഴിയുന്ന അമ്മയുടെ മോക്ക് കല്യാണമാണ്, നമുക്കൊക്കെ പൈസ ഇല്ലല്ലോ, വൈകിട്ട് നമുക്ക് പോയി വിളമ്പിയോ കൊടുത്ത് പാത്രമോ കഴിയോ കൊടുത്താലോ? അപ്പം ഇങ്ങനെ അർത്ഥത്തിൻ്റെ നേർക്ക്, അർത്ഥമില്ലായ്മയുടെ നേർക്ക്, ആരോഗ്യമില്ലായ്മയുടെ നേർക്ക്, ആഹാരമില്ലായ്മയുടെ നേർക്ക്. സ്വാമി നമ്മൾ ഉച്ചയ്ക്ക് സ്വാമി പറഞ്ഞല്ലോ, ശകലമല്ലേ ചോറ് കഴിക്കുകയുള്ളൂ, പാത്രത്തിൽ എടുത്തിട്ട് അതുകൊണ്ട് അവിടെ റോഡിൽ ഇരിക്കുന്ന ആ പാവ യാചകന് കൊണ്ട് കൊടുത്താലോ? അപ്പം ഈ ഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മുമുക്ഷു ആവാം. മുമുക്ഷു ആയതിന് നമുക്ക് മോക്ഷം ലഭിക്കണമെന്നില്ല. സേവയിലൂടെ, സിദ്ധി ലഭിക്കുന്ന അങ്ങനെ സേവയിലൂടെയാണ്. കേദാർനാഥ് ഇപ്പോൾ തപസ് ചെയ്ത സിദ്ധി ലഭിക്കില്ല. സ്വാമി ദയാനന്ദ സരസ്വതി സ്പർശന മാത്രയിൽ രോഗങ്ങളെ ദൂരീകരിച്ചിട്ടുണ്ടല്ലേ അല്ലേ? അപ്പം അദ്ദേഹം ഒരിക്കലും ശിഷ്യന്മാരുടെ കുഷ്ഠരോഗി എടുത്തുകൊണ്ട് ആശ്രമത്തിൽ വരാൻ പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയി മഞ്ചം എടുത്തുകൊണ്ട് വരാം. ഗുരു പറഞ്ഞില്ല, നിങ്ങൾ തന്നെ ചുമന്നെടുത്തുകൊണ്ട് വരണം. അപ്പോൾ സാക്ഷാൽ സാധാരണ മനുഷ്യർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പൊട്ടി ഒലിക്കുന്ന ശരീരമുള്ള കുഷ്ഠരോഗി എടുത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് വരുന്നു. നമ്മൾ കാണുന്നവർ ചിന്തിക്കും, ഈശ്വര ദൈവത്തിനല്ലാതെ ഇത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കുകയില്ല, സാമ ചെയ്യുന്ന കണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൈവയ്ക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാവുന്നത്. അല്ലാതെ ഹിമാലയത്തിൽ പോയി തപസ്സിരുന്നാലൊന്നും സിദ്ധിയും മോക്ഷവും ഒന്നും. വീണ്ടും വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, വീണ്ടും നമ്മൾ കർമ്മഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിച്ചും മരിച്ചും. മാർക്കണ്ഡേയ ഋഷി കൃമികീടമായിരുന്നു ബദരീനാഥിൽ. മാർക്കണ്ഡേയ ഋഷി സാക്ഷാ ഭഗവാൻ നാരദ മഹർഷി പറഞ്ഞു, നീ ഇങ്ങനെ കൃമികീടമായിട്ട് ഇങ്ങനെ അനുഭവിക്കാതെ
നിനക്ക് ഞാൻ ഒരു 10-18 വിവിധ പ്രാണികളായിട്ട് ജന്മം തരാം. ഓരോ ജന്മത്തിലും ഞാൻ വന്ന് നിനക്ക് ശാസ്ത്രജ്ഞാനം നൽകാം. അവസാനം നിനക്ക് ഞാൻ മനുഷ്യജന്മവും നൽകാം. അവസാനം മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ കൃമികീടം പറഞ്ഞതാണ്, സ്വാമി നിങ്ങളെന്നെ മാർക്കണ്ഡേയ ഋഷിയാക്കി, ദയവേത് വേണ്ട, എന്നെ വീണ്ടും പഴയ പോലെ ആ കൃമികീടമാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സാരാംശം. സ്വാമി, അവസാനമായിട്ടൊരു ചോദ്യം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഹിന്ദു സനാതന ധർമ്മം അതിൻ്റെ പാഠങ്ങൾ എങ്ങനെയൊന്ന് പകർന്നു കൊടുക്കാൻ പറ്റുക? പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കളരികൾ, യോഗാവിദ്യാ കേന്ദ്രങ്ങൾ, പുരാണ പരിചയ ശിബിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മക്കളെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടത്. പിന്നെ ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന നിരവധി ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് കേരളത്തിലും മറ്റും ബാലഗോകുലം പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈശ്വരന്മാരുടെ പുരാണങ്ങളും കഥകളുമൊക്കെ പകർന്നു നൽകുന്നത് കൈരളിയുടെ മഹാഭാഗ്യമെന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങൾ പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജ്ഞാനപ്പാന സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. ചൈത്തറിനും മൈത്തറിനും പഠിക്കാനുണ്ടായിരുന്നു. ചൈത്തറിൻ്റെയും മൈത്തറിൻ്റെയും കഥ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതെല്ലാം അട്ടിമറിച്ചപ്പെട്ടത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇതൊന്നും ചോദിച്ചാൽ അറിയില്ല. ആ തലമുറ വളർന്നു വന്നപ്പോഴാണ് ഓണാഘോഷം, വാമന ജയന്തിയാണ് ഓണം. ഓണാഘോഷത്തിന് വേണ്ടി കടയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ മഹാബലി ചക്രവർത്തിയാണ് ഓലക്കുടയും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഓലക്കുടയും പിടിച്ചു വന്ന വാമനനാണ്. ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്ത ഉപ്പ് കൊണ്ട് അത്തപ്പൂ ഉണ്ടാക്കുന്നത്, രജോ ഗുണ പ്രാധാന്യമുള്ള ഉഴുന്നുവട വാങ്ങി വടമാല ഉണ്ടാക്കി ഭഗവാൻ അർപ്പിക്കുന്നത്. അപ്പം ഇത്തരം ശാസ്ത്രങ്ങൾ സമാജമധ്യേ പകർന്നു നൽകുന്നതിന് ഓരോ സമ്പ്രദായവും ഓരോ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സമസ്ത സനാതന ശാഖകളും ഇത്തരം പുരാണ പരിചയ ക്ലാസ്സുകളും മറ്റും മറ്റൊരാളെ തടസ്സപ്പെടുത്തരുത്. സ്വാമി ഇത് ഞങ്ങളുടെ പേറ്റന്റ് റൈറ്റാണ്, സ്വാമി ഇത് ചെയ്യരുത്, ഞങ്ങൾ ചെയ്തോളാം, അങ്ങനെ പറയരുത്. എല്ലാവരും ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, ഇന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയൊരു വെല്ലുവിളി നേരിടുന്നു. വലിയൊരു വെല്ലുവിളി നമ്മുടെ പെൺകുട്ടികളെയും മറ്റും ചതിക്കുഴിയിൽ പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം ഏറെക്കാലം പ്രത്യേകിച്ച് കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. നൊന്തുപറ്റ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വളരെ ദുഃഖം നൽകിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ആദ്യം പറയുന്നതാണ്, ഇത്രയും ടി വിയും മാധ്യമങ്ങളും പത്രങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ചതുവ് പറ്റുന്നു. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലവ് ജിഹാദോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പം ഇതിനെ പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ പാഠ്യപദ്ധതിയിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് നാഗാസന്യാസി എന്ന രീതിയിൽ എനിക്ക് പറയാറുള്ളത്. ലവ് ജിഹാദ് വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.